7934 വേക്കൻസികളുമായി നമ്മൾ എല്ലാവരും കാത്തിരുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. മുൻവർഷങ്ങളിലെ റെയിൽവേ എക്സാമുകളിൽ മികച്ച വിജയികളെ സൃഷ്ടിച്ച ടെക് PSC ഈ വർഷവും RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. എക്സാം തീയതി വരെയും നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡഡ് ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പോർഷൻസ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 1999 രൂപയ്ക്കും, ടെക്നിക്കൽ പോർഷൻ മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്കായി വെറും 3999 രൂപയ്ക്കും, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പോർഷൻസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 4999 രൂപയ്ക്കും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മളുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മാറ്റർ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് നമുക്കൊന്ന് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം. സോ മാറ്റർ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് ആദ്യം തന്നെ എന്താണ് മാറ്റർ അല്ലെ? വാട്ട് ഇസ് മാറ്റർ? എന്താണ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അതായത് എന്ത് സാധനവും അത് കുറച്ച് എന്താണ്, ഇറ്റ് ഹാസ് ടു ഓക്യുപ്പൈ സ്പേസ്. അതിനൊരു വോള്യൂം ഉണ്ടായിരിക്കണം, അതൊരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യണം. അതേപോലെ തന്നെ എന്താണ്, അതിനൊരു ഡെഫിനിറ്റ് മാസ് ഉണ്ടാവണം. അതേപോലെ തന്നെ അതെന്താണ്, നമുക്ക് നമ്മുടെ സെൻസ്, നമ്മുടെ 5 ബേസിക് സെൻസസിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സെൻസ് ഓർഗൻസ് വെച്ച് നമുക്ക് അതിനെ സെൻസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്, അത് മാറ്റർ ആണ്. ദാറ്റ് ഇസ് എ മാറ്റർ. അപ്പൊ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും എന്താണ് മാറ്റർ എന്നുള്ള രീതി. ഇപ്പൊ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ മാറ്റർ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഈ 3 കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. 3ഉം സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താണ്, അതൊരു മാറ്റർ ആണ് എന്ന് പറയും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹ്യൂമൻ ബീങ്സ് എല്ലാവരും, ഞാൻ ചോദിക്കാനാ, ഇപ്പൊ ഞാനൊരു മാറ്റർ ആണോ? യെസ്, ഐ എം എ മാറ്റർ. നമ്മൾ എവറിതിങ് ഇൻ ദ വേൾഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ. ഓക്കെ, അപ്പം മാറ്ററിന്റെ ഡെഫിനേഷൻ കിട്ടി. വാട്ട് ഇസ് മാറ്റർ? അപ്പൊ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ക്വസ്റ്റ്യൻസ് വരും, അതായത് എന്താണ് ബേസിക് ഡെഫിനേഷൻ പോലത്തെ ക്വസ്റ്റ്യൻസ് വരും. സോ ഈ 3 കാര്യങ്ങൾ കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഇതാവുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താണ്, അതാണ് മാറ്റർ എന്ന് പറയും. സോ നമ്മളുടെ 5 സെൻസസ് വെച്ച് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റണം. 5 സെൻസസിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സെൻസ് ഓർഗൻസ് വെച്ച് നമുക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം. 5 സെൻസസ് എന്താണെന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ലൈഡ് വെച്ചത്. എന്താണ്, നോസ് വെച്ച് സ്മെല് ചെയ്യുക, അതുപോലെ തന്നെ കണ്ണ് വെച്ച് കാണാൻ പറ്റുക, നമുക്ക് ടച്ച് അല്ലെ, നമുക്ക് കൈ വെച്ച് ടച്ച് ചെയ്യാൻ പറ്റുക, അതേപോലെ എന്താണ് ഇയേഴ്സ് വെച്ച് ഹിയർ ചെയ്യാൻ, അല്ലെങ്കിൽ ടങ്ക് വെച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ 5 സെൻസ് ഓർഗൻസ് വെച്ച് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന വോള്യം ഉള്ള, മാസ് ഉള്ള ഒരു ആളെയാണ് അല്ലെങ്കിൽ ഒരു സാധനത്തിനെയാണ് നമ്മൾ മാറ്റർ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾസ് ഓഫ് മാറ്റർ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പം എന്താണ്, ദാറ്റ് പേഴ്സൺ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ. ഇനി ആളുടെ ഫ്രണ്ടിൽ എന്തുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. കമ്പ്യൂട്ടർ ഇസ് മാറ്റർ അല്ലെ, അതിനൊരു സ്പേസ് ഉണ്ട്, മാസ് ഉണ്ട്, നമുക്ക് കമ്പ്യൂട്ടർ കാണാനായിട്ട് പറ്റും. അതിന്റെ മുകളിൽ ഒരു ബട്ടർഫ്ലൈ വന്നിരിക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ എന്താണ്, സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ബട്ടർഫ്ലൈക്ക് വെയിറ്റ് ഉണ്ട് അല്ലെ, ബട്ടർഫ്ലൈനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബട്ടർഫ്ലൈ മാറ്റർ ആണ്. നമ്മളുടെ പേഴ്സൺ വെച്ചിരിക്കുന്ന എന്താണ്, സ്പെക്സ് മാറ്റർ ആണ്. അതേപോലെ എന്താണ്, പേഴ്സൺ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റർ ആണ്. അതിന്റെ ഫ്രണ്ടിൽ ഒരു കോഫി കപ്പ്, ഡെസ്ക്, ചെയർ, അങ്ങനെ ഈ പിക്ചറിൽ കണ്ടോ, ലൈക്ക് നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് മാറ്റർ കാണാൻ പറ്റും. സണ്ണും ക്ലൗഡ്സും ട്രീസും സൈഡിലിരിക്കുന്ന പൂച്ചക്കുട്ടിയും പ്ലാന്റ്സും ഒക്കെ എന്താണ്, എവറിതിങ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ. അപ്പൊ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ടേക്സ് അപ്പ് സ്പേസ്. ഒന്നും കൂടെ ഉണ്ട്, എന്താണ് തേർഡ് കണ്ടീഷൻ എന്തായിരുന്നു, ക്യാൻ ബി പെർസീവ്ഡ് ബൈ എനി 1 or more ഓഫ് ദ 5 ബേസിക് സെൻസസ്. അതാണ് എന്താ നമ്മൾ പറയുന്നത് മാറ്റർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു മാറ്റർ എന്ന് പറഞ്ഞാൽ എവറിതിങ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനർജി മാറ്റർ ആണോ? ലൈക്ക് ഇപ്പൊ ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി ഉണ്ട് അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജി ഉണ്ട്. എന്തൊക്കെ എനർജീസ് ഉണ്ട് ഒന്ന് കമന്റ് ചെയ്യാമോ? എന്തൊക്കെ എനർജീസ് ഉണ്ട്? സൗണ്ട് എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്, ലൈറ്റ് എനർജി ഉണ്ട്, ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജീസ് ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എനർജി ഒരു മാറ്റർ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ, എനർജി ഒരു മാറ്റർ ആണോ? എനർജി മാറ്റർ ആണോ?
ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, എനർജി എന്ന് പറയുമ്പം അത് സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടോ, അതിന് വോള്യം അല്ലെങ്കിൽ അതിന് മാസ് ഉണ്ടോ, നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നോക്കാം അല്ലെ. എന്താണ് എനർജി? ഇപ്പം സൗണ്ട് എനർജി ആയാലും ഹീറ്റ് എനർജി ആയാലും ലൈറ്റ് എനർജി ആയാലും ഓക്കെ. സൗണ്ട് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഹീറ്റ് എനർജി ഞാൻ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ടച്ച് വെച്ച് എനിക്ക് ആ ചൂട് അല്ലെങ്കിൽ ആ ഒരു ഇത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈറ്റ് ആണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ തേർഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ച് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനർജിക്ക് മാസ് ഉണ്ടോ? ഇല്ല അല്ലെ. സൗണ്ട് എനർജിയുടെ എനിക്ക് ഇങ്ങനെ മാസ് പറയാൻ പറ്റൂ? ഇല്ല. സൗണ്ട് എനർജി ഒക്യുപ്പൈ വോള്യൂം സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് പറയാൻ പറ്റൂ? ഇല്ല. അപ്പൊ ഫസ്റ്റ് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓൺലി തേർഡ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. ആകെ തേർഡ് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് നമുക്ക് പറയാം എന്താണ്, എനർജി മാറ്റർ അല്ല. എനർജി ഇസ് നോട്ട് എ മാറ്റർ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും വിച്ച് among the following is not a matter. അപ്പൊ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ മോസ്റ്റ്ലി എന്താണ്, ഒരു ഫോം ഓഫ് എനർജി ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ ഓർത്തിരിക്കുക, എനർജി മാറ്റർ അല്ല. എനർജി ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് മാറ്റർ. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിനു മുമ്പ് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്, എനർജി മാറ്റർ ആണോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വിച്ച് among the following can be classified as matter? ഏതൊക്കെയാണ് മാറ്റർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം? ഓപ്ഷൻ എ എന്ന് പറയുന്നത് നോക്കിക്കേ, ലവ്. ലവ് ഒരു മാറ്റർ ആണോ? ആണോ? ലവ് ഒരു മാറ്റർ ആണോ? ജസ്റ്റ് നമ്മളിപ്പോ ചിന്തിക്കുമ്പോ നമുക്ക് തോന്നും ലൈക്ക് ലവ് എന്ന് പറയുമ്പോൾ ലൈക്ക് വെൻ യു ആർ ഇൻ ലവ് വി ഫീൽ ലൈക്ക് എന്താണ്, അയ്യോ നമ്മുടെ ഹാർട്ടിന്റെ ഉള്ളിലുള്ള ഫുൾ സ്പേസും ദ പേഴ്സൺ വി ലവ് ആണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. മാസ് ഉണ്ട്, നമുക്ക് ലവ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ലവ് ഒരു മാറ്റർ ആണോ? തോട്ട്സ് അല്ലെ, ചില സമയത്ത് ചില തോട്ട്സ്, ചില ഹെവി തോട്ട്സ് ഒക്കെ വന്നിട്ട് നമുക്ക് ഭയങ്കര വെയിറ്റ് ഒക്കെ തോന്നും. അപ്പൊ തോട്ട് ഒരു മാറ്റർ ആണോ? ഇനി സെൻസ് ഓഫ് സ്മെൽ. സെൻസ് ഓഫ് സ്മെൽ എന്ന് പറയുമ്പോൾ സ്മെല്ലിന് വോളിയം മാസം ഒക്കെ ഉണ്ടോ? പക്ഷെ എന്താണ്, സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. സ്മെൽ ഓഫ് പെർഫ്യൂം, പെർഫ്യൂമിന്റെ മണം ഒരു മാറ്റർ ആണോ? ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക? വിച്ച് among the following can be classified as matter? ഏതാണ് മാറ്റർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്? സോ ആദ്യത്തെ മൂന്ന് ഓപ്ഷൻസും, അതായത് ലവ് ആണെങ്കിലും തോട്ട് ആണെങ്കിലും സെൻസ് ഓഫ് സ്മെൽ ആണെങ്കിലും, മൂന്ന് പേരും മാറ്റർ അല്ല. ബിക്കോസ് നോക്ക്, ലവ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻ വെച്ച് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 5 ബേസിക് സെൻസ് ഓർഗൻസ് ആണുള്ളത്. അത് വെച്ച് നമുക്ക് ലവ് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, വോള്യൂം ഒക്യുപ്പൈ ചെയ്യുന്നില്ല. ഇല്ല, ലവ് വോള്യൂം ഒന്നും ഒക്യുപ്പൈ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ലവിന് മാസും ഇല്ല. ഓക്കെ, നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുമെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അപ്പൊ ബേസിക്കലി നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് അതൊക്കെ എന്താണ്, മാറ്റർ അല്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3 പേരില് ലവും തോട്ടും നമ്മുടെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സെൻസ് ഓഫ് സ്മെൽ എന്ന് പറയുമ്പോൾ കണ്ടീഷൻ 1ഉം 2ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പക്ഷെ 3 സെൻസ് ഓർഗൻ വെച്ച് നമുക്ക് സ്മെല്ല് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. നോസ് വെച്ച് നമുക്ക് സ്മെല്ല് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് തേർഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ബാക്കി 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദർഫോർ സെൻസ് ഓഫ് സ്മെല്ല് എന്താണ്, മാറ്റർ അല്ല. അപ്പൊ എയും ബിയും സിയും മാറ്റർ അല്ല. ഇനി പെർഫ്യൂമിന്റെ സ്മെല്ല് അല്ലെ, നമ്മൾ പല പല പെർഫ്യൂംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പെർഫ്യൂമിന്റെ സ്മെൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ബോട്ടിലിൽ ഇരിക്കുന്ന പെർഫ്യൂം അത് സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. പെർഫ്യൂം ബോട്ടിലിന് എന്തുണ്ട്, ബോട്ടിലിൽ ഇരിക്കുന്ന പെർഫ്യൂമിന് മാസം ഉണ്ട്. അതേപോലെ എന്താണ്, എന്റെ സെൻസ് ഓർഗൻ വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ പെർഫ്യൂമിന്റെ സ്മെല്ല് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ കണ്ടീഷൻ 1, 2, 3 സാറ്റിസ്ഫൈഡ്. ദർഫോർ എന്താണ്, സ്മെൽ ഓഫ് പെർഫ്യൂം ഇസ് എ മാറ്റർ. ഓക്കെ, നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ കണ്ടാലും ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, നമ്മളുടെ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ മാറ്റർ. പിന്നെ ആലോചിക്കുക, നമ്മളുടെ ഈ ഒരു ഇമോഷൻസ് ഇപ്പം ചിലപ്പം ലവ് തോട്ട് എന്നൊക്കെ കൊടുത്ത പോലെ നമ്മളുടെ വേരിയസ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് ഒക്കെ കൊടുക്കും. ആംഗർ, ആൻസൈറ്റി, അതൊന്നും മാറ്റർ അല്ല. ഓക്കെ, ഇമോഷൻസ് വരികയാണെങ്കിൽ അതൊന്നും മാറ്റർ അല്ല എന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്, വിച്ച് among the following cannot be classified as matter? മാറ്റർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്തത് ഏതാണ്? നമ്മൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു അല്ലെ. ഏതാണ് മാറ്റർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്തത്? ഒന്ന് കമന്റ് ചെയ്ത്. വിച്ച് among the following cannot be classified as matter? മാറ്റർ അല്ലാത്തത്. ഹീലിയം ഗ്യാസ്. ഗ്യാസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹീലിയം ഗ്യാസിനെ എനിക്കൊരു കണ്ടെയ്നറിനുള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഫില്ല് ചെയ്യുമ്പോൾ കണ്ടെയ്നറിനുള്ളിൽ ഫില്ല് ചെയ്യുമ്പോൾ എന്തുണ്ട്, അതിനൊരു സ്പെസിഫൈഡ് വോള്യം എന്തുണ്ട്, വോള്യം ഉണ്ട്, അതിന് മാസം ഉണ്ട്. അതേപോലെ എന്താണ്, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പം എന്താണ്, ഹീലിയം ഗ്യാസ് ഇസ് എ മാറ്റർ. ആൽമണ്ട്,
നമ്മൾ ആൽമണ്ട്സ് കഴിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആൽമണ്ട് എടുത്തു കഴിഞ്ഞാൽ ആൽമണ്ടിന് മാസം ഉണ്ട്, അത് സ്പേസ് ഒക്യുപ്പൈ ചെയ്യും, നമുക്ക് അതിനെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും അല്ലെ, കാണാനായിട്ട് പറ്റും. അപ്പൊ ആൽമണ്ട് ഇസ് എ മാറ്റർ. എയറും ഗ്യാസും ഒക്കെ സെയിം തന്നെയാണ് അല്ലെ. എയറിന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, എയർ എന്താണ് സ്പേസും വോളിയം മാസം ഒക്കെ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. സോ എയർ ഇസ് ഓൾസോ എ മാറ്റർ. പക്ഷെ നമ്മൾ ഓൾറെഡി പഠിച്ചു എനർജി അല്ലെ, സൗണ്ട് എനർജി. എനർജിക്ക് മാസവും ഇല്ല, വോള്യവും ഇല്ല, പക്ഷെ എന്താണ് നമുക്ക് ജസ്റ്റ് സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ആദ്യത്തെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ദാറ്റ് എന്താണ്, സൗണ്ട് എനർജി കൻ നോട്ട് ബി ക്ലാസിഫൈഡ് ആസ് എ മാറ്റർ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. കമന്റ് ചെയ്തിട്ടുണ്ടോ? യെസ്, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. സൗണ്ട് എനർജി എന്താണ്, മാറ്റർ അല്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പം നിങ്ങൾക്ക് ബേസിക് സയൻസ് ആണ് സബ്ജക്ട്സിലാണ് നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് 10th വരെയുള്ള സിലബസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. 10th വരെയുള്ള കെമിസ്ട്രി ആണുള്ളത്. സോ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനു മുമ്പുള്ള എക്സാംസിന് ചോദിച്ചിരിക്കുന്നത്. ബിക്കോസ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ജസ്റ്റ് നമ്മുടെ ക്ലാസ് ഒന്ന് റെഗുലർ ആയിട്ട് ശ്രദ്ധിച്ചു, ആ ക്ലാസ്സിൽ തന്നെ ഫുൾ ആക്റ്റീവ് ആയിട്ട് ശ്രദ്ധിച്ചിരുന്ന ത്രൂ ഔട്ട് ദിസ് ക്ലാസ് ഇരുന്നാൽ തന്നെ പിന്നെ നിങ്ങൾക്ക് ഒന്നും ജസ്റ്റ് റിവിഷൻ പോലും ചെയ്യേണ്ട, ഈ ഒരു ക്ലാസ് കേട്ടാൽ മതി. കാരണം പ്രീവിയസ് ഇയറിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് എന്താണ്, നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് ഈ ഒരു ക്ലാസിന്റെ കൂടെ തന്നെ പഠിച്ചു പോകും. ഒരു ഡിഫിക്കൽട്ടും ഇല്ല. അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു കെമിസ്ട്രി പഠിക്കണമല്ലോ, പണ്ട് പഠിച്ച കെമിസ്ട്രി ആണ്, മറന്നുപോയല്ലോ, ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് ക്ലാസ് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് നിങ്ങൾക്ക് എന്ത് പറ്റും, ഫുൾ സിലബസ് കിട്ടും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആക്റ്റീവ് ആയിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാം, ആൻസേഴ്സ് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സൗണ്ട് എനർജി എന്താണ്, മാറ്റർ അല്ല. എനർജി ഇസ് നോട്ട് എ മാറ്റർ, ഓർത്ത് വെക്കാം. ഇനി ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. മാറ്ററിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കുട്ടി ക്ലാസ്സിൽ മുതൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ മാറ്ററിനെ നമ്മൾ ക്ലാസിഫൈ ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ വാട്ടർ 3 ഫോംസ് ഓഫ് മാറ്റർ കാണിക്കുന്ന ആളാണ് വെള്ളം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, വെള്ളം എന്ന് പറയുമ്പോൾ ആസച്ച് എന്താണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഇനി ഈ വെള്ളത്തിനെ ഞാൻ എടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഐസ് കിട്ടും. ഐസ് ഇസ് എ സോളിഡ്. ഇനി ഈ വെള്ളത്തിന് നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്താ പാത്രത്തിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ഈ വെള്ളം എന്തായിട്ട് മാറും, വാട്ടർ വേപ്പർ ആയിട്ട് മാറും. വാട്ടർ വേപ്പർ ഇസ് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. അപ്പൊ മാറ്ററിന്റെ 3 സ്റ്റേറ്റ്സ്, ടോട്ടൽ 5 സ്റ്റേറ്റ്സ് ഉണ്ട്. നമ്മൾ പഠിക്കും, ബാക്കിയുള്ള സ്റ്റേറ്റ് പഠിക്കും. അപ്പൊ 3 സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോളിഡ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആണ്, തേർഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഗ്യാസ് ആണ്. അപ്പം സോളിഡ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, സോളിഡ്സിന്റെ ഈ സൈഡിലെ ഡയഗ്രാം കണ്ടോ, സോളിഡ്സിന്റെ പാർട്ടിക്കിൾസ് തമ്മിൽ എങ്ങനെയായിരിക്കും, ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ 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 കുറവായിരിക്കും. അവർ തമ്മിൽ വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും സോളിഡ്സിന്റെ കേസിൽ. ലിക്വിഡ്സിലാവുമ്പോൾ ചെറിയ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ട്. സോളിഡ്സിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റേ ഇല്ല. പാർട്ടിക്കിൾസ് എല്ലാം തമ്മിൽ അടുത്തടുത്ത് സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ ഇരിക്കുകയാണ്, ഒരു മൂവ്മെന്റും ഇല്ല. പക്ഷെ ലിക്വിഡിൽ വരുമ്പോൾ സോളിഡ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ചെറിയ ചെറിയ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഒക്കെ ഉണ്ട്. ഇനി ഗ്യാസസ് എന്ന് പറയുമ്പോൾ ഗ്യാസസ് ഇസ് ലൈക് ഫ്രീ ടു മൂവ് ആണ്. ഇങ്ങനെ വാണ്ടർ ചെയ്ത് നടക്കുന്ന, എവിടെ വേണമെങ്കിലും അലിഞ്ഞു തിരിഞ്ഞു പോകാൻ പറ്റുന്ന ആളാണ് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്യാസിന് എന്താണ്, നല്ല രീതിയിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാം, ഈസി ആയിട്ട് അതിന് മൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇടയിലുള്ള ഇന്റർ മോളിക്കുലർ ഫോഴ്സസ് എങ്ങനെയായിരിക്കണം, കുറച്ച് വീക്ക് ആയിരിക്കണം. സോളിഡ്സ് എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നില്ല, സോളിഡ്സ് ക്ലോസ്ലി പാക്ക് ചെയ്തിരിക്കുന്ന എന്തുകൊണ്ടാണ്, അവരുടെ ഇടയിലുള്ള ഇന്റർ മോളിക്കുലർ ഫോഴ്സസ്, ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഫോഴ്സ് കൂടുമ്പോൾ എന്ത് ചെയ്യും, മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്ത് ക്ലോസ്ലി പാക്ഡ് ആയിട്ടിരിക്കും. ലിക്വിഡ്സിന്റെ കേസിൽ വരുമ്പോൾ ഫോഴ്സ് കുറച്ചൊന്ന് കുറഞ്ഞു, സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞു. സോ ദാറ്റ് അവർക്ക് എന്താണ്, ചെറുതായിട്ട് ഒരു റെസ്ട്രിക്റ്റഡ് എമൗണ്ട് ഓഫ് മൂവ്മെന്റ് ഉണ്ട്. ഗ്യാസസിലേക്ക് വരുമ്പോൾ ഇവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ്, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ആലോചിച്ച് വെക്കാം. നോക്കിക്കേ, ഓർഡർ ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇങ്ങനെ ചോദിക്കും. ഓർഡർ ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇങ്ങനെ ചോദിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ ചെയ്യാം അല്ലെ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും, സോളിഡ്സിനാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ് ലിക്വിഡിന് വരും, അത് കഴിഞ്ഞാണ് ഗ്യാസിന് വരുന്നത്. അപ്പൊ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇപ്പം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുമെങ്കിലും ചിലപ്പോൾ എക്സാമിന് എങ്ങനെ ചോദിക്കാം, ഇപ്പൊ സോളിഡ് ആയിട്ടുള്ള ചിലപ്പം ഐസ് വെക്കാം, ലിക്വിഡ് ആയിട്ട് ഇപ്പൊ വല്ല ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും, ഗ്യാസ് ആയിട്ട് ഇപ്പൊ അവർ ചിലപ്പം വല്ല ഹീലിയം ഗ്യാസിനോ അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും എയർന്നോ അങ്ങനെ
എന്തെങ്കിലും ഒക്കെ തരും. അപ്പൊ നമ്മൾ ആലോചിക്കുക നമ്മൾ എങ്ങനെയാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ക്ലാസിഫൈ ചെയ്യുക. തന്നിരിക്കുന്ന ആള് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ള ഓർഡറിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുക്കുന്നത് സോളിഡിനാണ്. സോളിഡ് ആണ് മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ ഇരിക്കുന്നത്. മോളിക്യൂൾസ് തമ്മിൽ ക്ലോസ്ലി പാക്ഡ് ആണ്. ലിക്വിഡ് വരുമ്പോൾ കുറച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ് സോളിഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ എങ്ങനെയാണ്, ചെറിയ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ട്. ഗ്യാസ് ആകുമ്പോൾ നല്ല രീതിയിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ട്. മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും വീക്ക് ആയിട്ടുള്ളത് ഗ്യാസിന്റെ കേസിലാണ്. ഇനി ഓർഡർ ഓഫ് ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ്, രണ്ട് പാർട്ടിക്കിളിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നോക്കിക്കേ. ഈ ഒരു ഡയഗ്രാം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം സോളിഡ്സ് എങ്ങനെയാണ്, ദേ ആർ ക്ലോസ്ലി പാക്ഡ്. വളരെ ക്ലോസ് ആയിട്ടാണ് സോളിഡ്സ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കുറച്ച് എന്താ പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള ഇന്റർ പാർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഏറ്റവും കുറവ് വരുന്ന ആർക്കാണ്, സോളിഡ്സിലാണ് അല്ലെ. അവർ അടുത്തടുത്ത് ചേർന്നിരിക്കുകയാണ്. ദർഫോർ സോളിഡിനാണ് ഏറ്റവും ലീസ്റ്റ് വരുന്നത്. അതിനുശേഷം ആർക്ക് വരും, ലിക്വിഡിന് വരും അല്ലെ. ലിക്വിഡിന് സോളിഡിനേലും കുറച്ചും കൂടെ എന്താണ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് വരും. ഇനി ഗ്യാസ് വരികയാണെങ്കിൽ എങ്ങനെയാണ്, പാർട്ടിക്കിൾസ് തമ്മിൽ വളരെ ഫാർ അപ്പാർട്ട് ആയിരിക്കും. വളരെ ഡിസ്റ്റൻസ് ഇടയിൽ പാർട്ടിക്കിൾസ് തമ്മിൽ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഈ ഒരു രണ്ട് ഓർഡറും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നേരെ തിരിച്ചാ വരുന്നത്. ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്, ഇന്റർ പാർട്ടിക്കുലർ ഡിസ്റ്റൻസിന്റെ ഓർഡർ വരുന്നത്. ശ്രദ്ധിച്ചോ, ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓർഡർ ഓഫ് ഇന്റർ പാർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല, സിമ്പിൾ ആണ്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നമുക്ക് നോക്കണം. നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് നോക്കണം. ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഷേപ്പും വോള്യവുമാണ്. സോളിഡ് എടുക്കുകയാണെങ്കിൽ സോളിഡ്സിന് എന്തുണ്ട്, ഒരു ഫിക്സ്ഡ് ഷേപ്പും ഒരു ഫിക്സ്ഡ് വോള്യവും ഉണ്ട്. സോളിഡ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതിനൊരു ഫിക്സ്ഡ് ഷേപ്പും ഫിക്സ്ഡ് വോള്യവും ഉണ്ട്. ഇനി ലിക്വിഡിലേക്ക് വരികയാണെങ്കിൽ ലിക്വിഡ്സിന് ഫിക്സ്ഡ് വോള്യം ഉണ്ട്, പക്ഷെ ഫിക്സ്ഡ് ഷേപ്പ് ഇല്ല. എന്താണ് അങ്ങനെ പറയണത്, കാരണം ഇപ്പൊ നോക്കിക്കേ, ഞാൻ ഒരു ബക്കറ്റില് വെള്ളം എടുത്തു. അപ്പൊ എടുത്ത വെള്ളത്തിന്റെ ഷേപ്പ് എന്താണ്, ബക്കറ്റിന്റെ ഷേപ്പാണ് അല്ലെ. ഒരു ബക്കറ്റ് വെള്ളം എടുക്കുമ്പോൾ ബക്കറ്റിന്റെ ഷേപ്പാണ്. ഒരു മഗ്ഗില് വെള്ളം എടുത്തു, അപ്പൊ മഗ്ഗിന്റെ ഷേപ്പാണ്. ഒരു ബോട്ടിലില് വെള്ളം എടുത്തു, ബോട്ടിലിന്റെ ഷേപ്പാണ്. സോ ലിക്വിഡ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ആണ്. സോ നമുക്ക് പറയാൻ പറ്റില്ല ലിക്വിഡിന് എന്താണ്, ഒരു ഫിക്സ്ഡ് ഷേപ്പ് ഇല്ല, പക്ഷെ എന്തുണ്ട്, വോള്യം ഉണ്ട്. ഞാൻ എടുക്കുന്ന വെള്ളത്തിന് ഫിക്സ്ഡ് ആയിട്ടുള്ള വോള്യം ഉണ്ട്, പക്ഷെ ഫിക്സ്ഡ് ഷേപ്പ് ഇല്ല ലിക്വിഡിന്. ഇനി ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ഗ്യാസസിന് എങ്ങനെയാണ്, അവർക്ക് ഫിക്സ്ഡ് ഷേപ്പും ഇല്ല, ഫിക്സ്ഡ് വോള്യവും ഇല്ല. ഷേപ്പും ഇല്ല, വോള്യവും ഇല്ല ഗ്യാസസിന്റെ കേസ് വരുമ്പോൾ. അപ്പൊ ഓർത്തിരിക്കുക കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരികയും ചെയ്യുക. അപ്പൊ സോളിഡ് എടുക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് ഷേപ്പും വോള്യവും ഉണ്ട്. ലിക്വിഡ് ആകുമ്പോൾ വോള്യം ഇസ് ഫിക്സ്ഡ്, പക്ഷെ എന്താണ്, ഷേപ്പ് ഫിക്സ്ഡ് അല്ല. ഷേപ്പ് എങ്ങനെയായിരിക്കും വരിക, ഷേപ്പ് വേരീസ് വിത്ത് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ലിക്വിഡ്സിന്റെ കേസിൽ ഷേപ്പ് വേരീസ് വിത്ത് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഇനി ഗ്യാസ് ആണെങ്കിൽ എന്താണ്, രണ്ടും ഇല്ല, ഷേപ്പും ഇല്ല, വോള്യവും ഇല്ല. ഇനി കംപ്രസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എങ്ങനെയൊക്കെ ഇതിന്റെ വോള്യം നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്രസീവ് ഫോഴ്സ് കൊടുത്തിട്ട് ഇതിന് എന്ത് ചെയ്യാണ്, വോള്യത്തിന് ചേഞ്ച് വരുത്തുക. കംപ്രസിബിലിറ്റി ഇസ് ദ മെഷർ ഓഫ് ഹൗ മച്ച് ദ വോള്യം ഓഫ് എ സബ്സ്റ്റൻസ് എസ്പെഷ്യലി ഗ്യാസസ് ക്യാൻ റെഡ്യൂസ് അണ്ടർ ദ ആപ്ലിക്കേഷൻ ഓഫ് കംപ്രസീവ് ഫോഴ്സ്. ഞാൻ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുകയാണ്. കംപ്രസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ്, കംപ്രസീവ് ഫോഴ്സ്. അപ്പൊ കംപ്രസ് ചെയ്യുന്ന ഫോഴ്സ് കൊടുക്കുമ്പോൾ എത്രത്തോളം വോള്യം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഒരു സോളിഡിന്റെ ബ്ലോക്ക് എടുത്തു. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സ്റ്റോൺ എടുത്തു എന്ന് വിചാരിക്കും. സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കല്ല് അല്ലെ, ഒരു ബ്രിക്ക് എടുത്തു എന്ന് വിചാരിക്കും. അത് എന്താണ്, അതൊരു സോളിഡ് ബ്ലോക്ക് ആണ് അല്ലെ. എന്നിട്ട് ഞാൻ അതിനെ ഇങ്ങനെ പിടിച്ച് നിൽക്കുവാണ്, രണ്ട് സൈഡിലും കൈയുടെ വെച്ചിട്ട് രണ്ട് സൈഡിലും കംപ്രസീവ് ഫോഴ്സ് കൊടുത്ത് അതിന് നല്ല രീതിയിൽ കംപ്രസീവ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ബ്രിക്സിന് എന്തെങ്കിലും ഡിഫറൻസ് വരും? ഇല്ല. എന്റെ കൈ വേദന എടുക്കുന്നല്ലാണ്ട് ബ്രിക്സിന് ഒരു ഡിഫറൻസും വരാൻ പോകുന്നില്ല. കാരണം സോളിഡ്സ് ഇൻകംപ്രസിബിൾ ആണ്. ബിക്കോസ് എന്താണ്, സോളിഡ്സിന്റെ ഇടയിൽ സ്പേസ് ഒന്നും ഇല്ല, പാർട്ടിക്കിൾസ് ഓൾറെഡി ക്ലോസ്ലി പാക്ഡ് ആണ്. നമുക്ക് കംപ്രസ് ചെയ്ത് പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വോളിയം റെഡ്യൂസ് ചെയ്യാനുള്ള ഒന്നും തന്നെ ഇല്ല അല്ലെ. ഇടയിലെ എയറോ വേക്കൻറ്റ് സ്പേസസോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ സോളിഡ്സ് ആർ എന്താണ്, സോളിഡ്സ് ഇൻകംപ്രസിബിൾ ആണ്. ഓർത്ത് വെക്കുക, സോളിഡ്സ് ആർ ഇൻകംപ്രസിബിൾ. ഇനി ലിക്വിഡ്സ് എടുക്കുകയാണെന്ന് വിചാരിക്കും. ലിക്വിഡ്സിന്റെ ഇടയിൽ നമുക്കറിയാം എങ്ങനെയാണ് ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ചെറിയ ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് ഉണ്ട്.
അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറുതായിട്ടൊന്ന് കംപ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ലിക്വിഡ്സ് എങ്ങനെയാണ്, സ്ലൈറ്റ്ലി കംപ്രസിബിൾ ആണ്, ചെറുതായിട്ട് നമുക്ക് ഇവരെ കംപ്രസ് ചെയ്യാം. ഇനി ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് വാണ്ടർ ചെയ്ത് നടക്കുന്ന, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഗ്യാസസ് അല്ലെ. അപ്പൊ ഗ്യാസസിന്റെ ഇടയിലുള്ള ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് രണ്ട് ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിൽ അല്ലെ. നമ്മൾ ആ ഒരു ഡയഗ്രാം കണ്ടിരുന്നു ഓൾറെഡി അല്ലെ. ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ ഇടയിലെ ഡിസ്റ്റൻസ് നോക്കിക്കേ, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പിടിച്ച് നല്ല രീതിയിൽ കംപ്രസർ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് ഒക്കെ അടുത്തടുത്ത് ചേർന്ന് വരും. അപ്പൊ എന്ത് പറ്റും, വോള്യം റെഡ്യൂസ് ചെയ്യും. ആ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്രസിബിലിറ്റി. അപ്പൊ ഗ്യാസസ് എന്താണ്, ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. ഗ്യാസസ് കംപ്രസിബിൾ ആണ്. ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചു. സോളിഡ്സ് ആർ ഇൻകംപ്രസിബിൾ, ഗ്യാസസ് ആർ കംപ്രസിബിൾ. എന്നിട്ട് എന്താണ്, സ്റ്റേറ്റ്മെന്റ് 1 is true, സ്റ്റേറ്റ്മെന്റ് 2 is true, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരില്ലേ, ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് is true. അപ്പൊ ഓർത്തിരിക്കുക, ഇങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് വരിക. എന്താണ്, സോളിഡ്സ് ഇൻകംപ്രസിബിൾ ആണ്, ഗ്യാസ് കംപ്രസിബിൾ ആണ്, ലിക്വിഡ്സ് എങ്ങനെയാണ്, സ്ലൈറ്റ്ലി കംപ്രസിബിൾ ആണ്. അതാണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് റിജിഡിറ്റി. റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സബ്സ്റ്റൻസിന്റെ ഷേപ്പ്, അതിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റി ആണ്. ഞാൻ എത്ര ഫോഴ്സ് കൊടുത്താലും അതെന്താണ്, അതിനൊരു ഡീഫോർമേഷനും വരാതെ അതിന്റെ ഷേപ്പ് എങ്ങനെയാണോ അതേ ഷേപ്പിൽ ഇരിക്കാനുള്ള പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിജിഡിറ്റി എന്ന് പറയുന്നത്. ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ഷേപ്പ് വിത്തൗട്ട് ഡിഫോമിംഗ് ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. എത്ര ഫോഴ്സ് കൊടുത്താലും നമ്മുടെ സബ്സ്റ്റൻസിന് ഒരു മാറ്റം ഇല്ല, അത് അങ്ങനെ തന്നെ ഇരിക്കും. ആരാണത്, ഏറ്റവും കൂടുതൽ റിജിഡ് ആയിട്ടിരിക്കുന്ന ആളാരാണ്, സോളിഡ് ആണ്. ഓക്കെ, സോളിഡ് റിജിഡ് ആണ്. ബിക്കോസ് ഞാനിപ്പോ ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എന്താണ് ഒരു ബ്രിക്കിന്റെ കഷ്ണം എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സോളിഡ് പീസസ് എടുത്തു, ഞാൻ അതിനെ പിടിച്ച് എന്താണ് നല്ല രീതിയിൽ ഫോഴ്സ് കൊടുത്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്താണ്, അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ നമ്മൾ പറയാം എന്താണ്, റിജിഡ് ആണ്, സോളിഡ് റിജിഡ് ആണ്. ഇനി ലിക്വിഡ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ലിക്വിഡ്സിന് ഞാൻ ഫോഴ്സ് കൊടുത്താൽ എന്താണ്, ലിക്വിഡ്സിന്റെ ഷേപ്പ് അങ്ങനെയല്ല, ലിക്വിഡ്സിന് എന്ത് ചെയ്യും, ഷേപ്പ് മാറും. സോ ലിക്വിഡ് എന്താണ്, നോൺ റിജിഡ് ആണ്. ഗ്യാസും എന്താണ്, നോൺ റിജിഡ് ആണ്. ഒബ്വിയസ്ലി ഗ്യാസും നോൺ റിജിഡ് ആണ്. അപ്പൊ റിജിഡിറ്റി നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് ഹാർഡ്നെസ്. ഈ ഹാർഡ്നെസിന്റെ ഡെഫിനിഷൻ മോസ്റ്റ്ലി മിക്കപ്പോഴും ചോദിക്കും കേട്ടോ. എന്താണ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു സബ്സ്റ്റൻസിനെ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനെ സ്ക്രാച്ചസ് വരുത്താൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ എന്റെ ഫിംഗർ നെയിൽ വെച്ച് സ്ക്രാച്ച് ചെയ്യാൻ നോക്കുകയാണ്, അതിന് സ്ക്രാച്ച് വീഴണില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനെ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെയാണ് നമ്മൾ പറയാ ഹാർഡാണ്, സബ്സ്റ്റൻസ് ഇസ് ഹാർഡ്. അപ്പൊ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പൊ ഇവിടെ ഞാൻ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറയാണ്. ഏറ്റവും ദ മോസ്റ്റ് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഡയമണ്ട് ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ഇതിന്റെ കൂടെ ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഡയമണ്ട് ആണ് കേട്ടോ. ഡയമണ്ട് എന്താണ്, കാർബണിന്റെ ഒരു അല്ലോട്രോപ്പ് ആണ്, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഡയമണ്ട് ആണ് ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോളിഡ് നല്ല രീതിയിൽ ഹാർഡ് ആണ് അല്ലെ. ഹാർഡസ്റ്റ് എന്ന് പറയുന്നത് സോളിഡ് ആണ്. ആൻഡ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹാർഡല്ല. ലിക്വിഡും ഗ്യാസും ഹാർഡല്ല, പക്ഷെ സോളിഡ് എങ്ങനെയാണ്, സോളിഡ് ഇസ് നല്ല രീതിയിൽ ഹാർഡ്. ഓക്കെ, അപ്പൊ എന്താണ്, ലിക്വിഡ് നല്ല രീതിയിൽ എന്താണ്, ലിക്വിഡും ഗ്യാസും ഹാർഡല്ല, പക്ഷെ സോളിഡ് എന്താണ്, നല്ല രീതിയിൽ ഹാർഡാണ്. ഇറ്റ് ഇസ് ഹാർഡസ്റ്റ്. ഓക്കെ, ഇനി ഫ്ലൂയിഡിറ്റി. ഫ്ലൂയിഡിറ്റി എന്താണ്, നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഫ്ലൂയിഡിറ്റി. ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സബ്സ്റ്റൻസിന്റെ എബിലിറ്റി ടു ഫ്ലൂ ആണ്. ഓക്കെ, ഫ്ലോ ചെയ്യാനുള്ള ഒരു സബ്സ്റ്റൻസിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ ഫ്ലൂയിഡിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോ സോളിഡ്സിന് ഫ്ലോ ചെയ്യാൻ പറ്റുമോ, ഇല്ല. സോളിഡ്സ് എന്താണ്, സോളിഡ്സ് ക്യാൻ നോട്ട് ഫ്ലോ. ഇനി ലിക്വിഡും ഗ്യാസും ആണെങ്കിൽ, ലിക്വിഡ്സിന് ഒബ്വിയസ്ലി ഫ്ലോ ചെയ്യാനായിട്ട് പറ്റും, ഗ്യാസിനും ഫ്ലോ ചെയ്യാനായിട്ട് പറ്റും. സോ ബേസിക്കലി നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുന്നത് ആരെയാണ്, ലിക്വിഡിനെയും ഗ്യാസിനെയാണ്. ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. നമുക്ക് ഒരു തവണ എനിക്കൊന്ന് SCGക്ക് അങ്ങോട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ട് അതില്. അപ്പം ഓൺലി ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ്, സോളിഡ്സ്, അങ്ങനെ ഓപ്ഷൻ വന്നു. അപ്പൊ ബേസിക്കലി നമ്മളിപ്പോ പണ്ട് പഠിച്ചുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും, അയ്യോ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ലിക്വിഡ്സ് മാത്രമാണ്. നമുക്ക് ഒരു തോന്നൽ വരും, ലിക്വിഡ്സ് അല്ലേ ഫ്ലോ ചെയ്യാം, അപ്പൊ ലിക്വിഡ്സ് ആണ് ഫ്ലൂയിഡ്സ്. അല്ല, ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ലിക്വിഡിനെയും ഗ്യാസിനെയും ചേർത്ത് എനിക്ക് ഫ്ലൂയിഡ്സ് എന്ന് പറയാം. ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും ഇൻക്ലൂഡഡ് ആണ്, അതിൽ ലിക്വിഡും ഉണ്ട് ഗ്യാസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക കേട്ടോ.
ഇപ്പം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. ഫ്ലോ ചെയ്യാൻ പറ്റുന്നത് ആരൊക്കെയാണ്? ലിക്വിഡ്സും ഗ്യാസും ആണ്. അപ്പൊ ടുഗെദർ ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും ടുഗെദർ വി കോൾ എന്താണ്? ഫ്ലൂയിഡുകൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡിറ്റി ഇസ് എ പ്രോപ്പർട്ടി ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അപ്പൊ നമ്മൾ ഏതൊക്കെ പ്രോപ്പർട്ടി പഠിച്ചു? കംപ്രസിബിലിറ്റി അല്ലെ, ഷേപ്പ് ആൻഡ് വോളിയം, കംപ്രസിബിലിറ്റി, റിജിഡിറ്റി, ഹാർഡ്നെസ്, ഫ്ലൂയിഡിറ്റി. നെക്സ്റ്റ് എന്താണ്? ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൻസിറ്റിയുടെ ഫോർമുല എന്താണ്? ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അതായത് ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാല് നമ്മുടെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒബ്ജക്ട് ഒക്യുപ്പൈ ചെയ്യുന്ന മാസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻസിറ്റി. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്തുള്ള മാറ്ററിന്റെ കണ്ടന്റ് ആണ്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻസൈഡ് ദറ്റ് ഒബ്ജക്ട് അല്ലെ. എന്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്നെ മീഡപ്പ് ചെയ്തിരിക്കുന്ന മാറ്ററിന്റെ കണ്ടന്റ് ആണ്. ഓക്കെ, മാസും വെയിറ്റും ഡിഫറെന്റ് ആണ്. ഓർത്ത് വെക്കുക, വെയിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കൂടി എന്താണ്? ഗ്രാവിറ്റിയും കൂടെ പുള്ളും കൂടി ഇൻക്ലൂഡഡ് ആണ് വെയിറ്റിൽ. മാസ് എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? എമൗണ്ട് ഓഫ് മാറ്റർ ആണ്. മാസ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. വെയിറ്റ് വേരി ചെയ്യും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറുന്നതിനനുസരിച്ച് വെയിറ്റ് വേരി ചെയ്യും. പക്ഷെ മാസ് എങ്ങനെയായിരിക്കും? മാസ് വിൽ ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മാറ്റർ കണ്ടു. നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ എന്ത് സബ്സ്റ്റൻസ് ആണ് എടുക്കുന്നത് അതിന്റെ അകത്തുള്ള മാറ്ററിന്റെ കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇപ്പൊ യൂണിറ്റ് വോളിയം, ഒരു യൂണിറ്റ് വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള മാറ്ററിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. സി, നമുക്ക് എല്ലാവർക്കും ഡെൻസിറ്റി എന്താണെന്ന് അറിയാം. പക്ഷെ പെട്ടെന്ന് ദ എമൗണ്ട് ഓഫ് മാറ്റർ ഒക്യുപ്പൈഡ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞൊരു ഡെഫിനിഷൻ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഡെൻസിറ്റി ആണ് എന്ന് പെട്ടെന്ന് നമുക്ക് കത്തിക്കോണം എന്നില്ല. പെട്ടെന്ന് നമുക്കത് ഓർമ്മ വരണം എന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ലൈക്ക് അതിനാണ് നമ്മൾ ഡെഫിനിഷൻസ് പഠിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇത്രയും സിമ്പിൾ ഡെഫിനിഷൻസ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ബിക്കോസ് നമ്മൾ ഒരുപാട് സബ്ജക്ട്സ് പഠിച്ചു വരുമ്പോൾ പെട്ടെന്ന് എമൗണ്ട് ഓഫ് മാറ്റർ ഒക്യുപ്പൈഡ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ അത് ഡെൻസിറ്റി ആണെന്ന് ഫീഡ് ആവില്ല പെട്ടെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഡെഫിനിഷൻസും കൂടി പഠിച്ചു പോകുന്നത്. സോ ദാറ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും. അപ്പൊ ഡെൻസിറ്റി അറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ മാറ്റർ കണ്ടന്റ് വരുന്ന ആർക്കാണ്? സോളിഡിനാണ് അല്ലെ. സോളിഡ് ആണ് ഡെൻസിസ്റ്റ്. അപ്പൊ ഹയസ്റ്റ് ഡെൻസിറ്റി വരുന്നത് ഒബ്വിയസ്ലി ആർക്കാണ്? സോളിഡിനാണ്. ഇനി ലിക്വിഡ് വരുമ്പോ എങ്ങനെയാണ്? ലിക്വിഡ്സിന്റെ ഡെൻസിറ്റി സോളിഡ്സിനേക്കാൾ കുറവാണ്, പക്ഷെ ഗ്യാസസിനേക്കാൾ എന്താണ്? കൂടുതലാണ്. അപ്പൊ ലിക്വിഡ്സിന് ഇൻ ബിറ്റ്വീൻ വരും. ഗ്യാസിനാണ് എന്ത് വരുന്നത്? സോളിഡിനെയും ലിക്വിഡിനെയും കുറച്ച് ഡെൻസിറ്റി വരുന്ന ആളാണ് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ ഡെൻസിറ്റിയുടെ ഓർഡർ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സോളിഡിനാണ്, അത് കഴിഞ്ഞ് ലിക്വിഡിനാണ്, ഏറ്റവും ലീസ്റ്റ് വരുന്നത് ഗ്യാസിനാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത്? ഷേപ്പും വോളിയവും, കംപ്രസിബിലിറ്റി, റിജിഡിറ്റി, ഹാർഡ്നെസ്, ഫ്ലൂയിഡിറ്റി, ഡെൻസിറ്റി. ഇത്രയും പ്രോപ്പർട്ടീസ് പഠിച്ചു. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Which of the following is the correct order of compressibility of different objects? ഡിഫറെന്റ് ഒബ്ജക്ട്സിന്റെ കറക്റ്റ് ഓർഡർ ഓഫ് കംപ്രസിബിലിറ്റി ആണ് ചോദിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ഓർഡർ ഓഫ് കംപ്രസിബിലിറ്റി പറഞ്ഞേ, ആൻസർ പറഞ്ഞേ, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ആവശ്യമില്ല. ഈസി ആയിട്ട് ഓപ്ഷൻസ് വായിക്കുക, സൈൻ നോക്കുക, ഓപ്ഷൻ പറയാം. ആരൊക്കെയാണുള്ളത്? ചോക്ക്, സോഡ വാട്ടർ, നൈട്രജൻ ഗ്യാസ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്ന് പറഞ്ഞ് പഠിക്കും. ഇവർ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ തരും. ചോക്ക് നമുക്കറിയാം, ചോക്ക് എന്താണ്? ഇറ്റ്സ് എ സോളിഡ്. സോഡ വാട്ടർ നമ്മുടെ സോഡയാണ് അല്ലെ. സോഡ എന്താണ്? ലിക്വിഡ് ആണ്. നൈട്രജൻ ഗ്യാസ്, ഗ്യാസ് ആണ്. അപ്പം എന്താണ്? കംപ്രസിബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ലീസ്റ്റ് കംപ്രസിബിൾ ആരാണ്? അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് കംപ്രസിബിൾ ആണ് ഗ്യാസസ് ആണ് അല്ലെ. ഇപ്പൊ നൈട്രജൻ ഗ്യാസ് ആണ് ആദ്യം വരേണ്ടത്. പിന്നെ ആര് വരും? ലിക്വിഡ് വരും. ലിക്വിഡ് ആരാണ്? സോഡ വാട്ടർ ആണ്. അത് കഴിഞ്ഞ് ആര് വരും? ചോക്ക് വരും, സോളിഡ്സ് വരും. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. നൈട്രജൻ ഗ്യാസ്, സോഡ വാട്ടർ, ചോക്ക്. ഈസി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, ഈസി ആണ്. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക് സയൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റൻസ് ഒക്കെ ഈസി ആയിരിക്കും. ദ ഓൺലി തിങ് ഇസ് നമ്മളത് വായിച്ച് എല്ലാ ചാപ്റ്ററും പഠിച്ചു പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഈസി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. The tendency of solids to maintain their shape under the influence of external force is known as. External forceന്റെ ഇൻഫ്ലുവൻസ് വന്നാലും സോളിഡ്സ് അതിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് ഏതാണ്? കംപ്രസിബിലിറ്റി, ഡ്യൂറബിലിറ്റി, റിജിഡിറ്റി, ഫ്ലൂയിഡിറ്റി. നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. എന്താണ് പ്രോപ്പർട്ടി? കംപ്രസിബിലിറ്റി അല്ല. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ
ആ വോള്യൂം റിഡക്ഷനെയാണ് കംപ്രസിബിലിറ്റി അല്ലെ. കംപ്രസിബിൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വോള്യൂം റിഡക്ഷനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഡ്യൂറബിലിറ്റിനെ പറ്റി നമ്മൾ പഠിച്ചില്ല അല്ലെ. ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചില്ല. പക്ഷെ നമുക്കറിയാം ഡ്യൂറബിൾ ആണ് അല്ലെ, ഒരുപാട് കാലം നിൽക്കുന്നുണ്ട്, അതാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ്. ആരൊക്കെയായിരുന്നു ഫ്ലൂയിഡ്സ്? ലിക്വിഡ്സും ഗ്യാസസും ആണ്. ഷേപ്പ് അല്ലെ, എന്ത് എക്സ്റ്റേണൽ ഫോഴ്സ് വന്നാലും അതിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് റിജിഡിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ആക്ച്വലി നമ്മൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ റിജിഡ് ആയിരിക്കണം എന്ന് ഞാൻ പറയും. ബിക്കോസ് നമുക്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻലി കുറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരും. അയ്യോ അത് ഇത് കുറെ പ്രശ്നങ്ങൾ വരും. പക്ഷെ നമ്മുടെ പ്രിപ്പറേഷൻസ് എപ്പോഴും എന്തായിരിക്കണം? റിജിഡ് ആയിട്ട് പോകണം. ദാറ്റ് എന്തൊക്കെ വന്നാലും നമ്മൾ നമ്മുടെ സെയിം ഫോമിലായിരിക്കും പോവുക അല്ലെ. ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സും നമ്മൾ എഫക്ട് ചെയ്യാൻ പാടില്ല. വി ഷുഡ് സ്റ്റേ റിജിഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു കാര്യം കൂടി ഇവിടെ ഓർക്കാം. റിജിഡിറ്റി എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ആവില്ല, അതെപ്പോഴും എന്താണ് അതിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ഇറ്റ്സ് നോൺ ആസ് റിജിഡിറ്റി. Which among the following is a natural substance that exists in all three physical states? എല്ലാ ഫിസിക്കൽ സ്റ്റേറ്റ്സിലും കാണുന്ന 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ്: സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസ് അല്ലെ. ഇത് മൂന്നും കാണിക്കുന്ന ആളാരാണ്? വെള്ളമാണ് അല്ലെ. വാട്ടർ ആണ് അതിന്റെ ആൻസർ. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. വാട്ടറിന് എന്താണ്? 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഉണ്ട്. വാട്ടർ സോളിഡ് ആയിട്ട് ഐസ്, വാട്ടർ ലിക്വിഡ് ആയിട്ട് വാട്ടർ, വാട്ടർ ഗ്യാസ് ആയിട്ട് വാട്ടർ വേപ്പർ ആയിട്ട് ഇരിക്കും അല്ലെ. അപ്പൊ ഓൾ 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ് കാണിക്കുന്ന ആൾ എന്ന് പറയുന്ന ആരാണ്? ഇറ്റ് ഇസ് വാട്ടർ. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഇതിന് എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. അതായത് ടെമ്പറേച്ചർ സ്കെയിൽസ് ആണ്. നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഡിഫറെന്റ് സ്കെയിൽസ് ഉണ്ട്. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്, കെൽവിൻ ഉണ്ട്. അപ്പം ഈ 3 സ്കെയിൽസും തമ്മിലുള്ള ഇന്റർ കണക്ഷൻ, ഇന്റർ റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ചോദിക്കും. അപ്പം അല്ലെങ്കിൽ ഈ സ്കെയിൽ കൺവേർഷൻ ചോദിക്കും. ഇപ്പം ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ വരും, കെൽവിനിലേക്ക് മാറ്റാൻ പറയും, കെൽവിനിൽ തരും ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ പറയും, അല്ലെങ്കിൽ ഫാരൻഹീറ്റിൽ തരും ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ പറയും. അപ്പൊ ഇത് ഓർത്തിരിക്കണം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കെൽവിൻ എന്ന് പറയുന്നത് നമ്മളുടെ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആണ്. ഓക്കെ, ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആണ് എന്ത് പറയുന്നത്? കെൽവിൻ എന്ന് പറയുന്നത്. കെൽവിന് നമ്മള് അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയും. കെൽവിൻ സ്കെയിലിന് നമ്മൾ അബ്സല്യൂട്ട് സ്കെയിൽ എന്നും വിളിക്കും. എന്തുകൊണ്ടാണ് അബ്സല്യൂട്ട് സ്കെയിൽ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, കെൽവിൻ സ്കെയിലിൽ നമ്മൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എടുക്കുള്ളൂ. കെൽവിൻ സ്കെയിലില് നെഗറ്റീവ് വാല്യൂസ് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അബ്സല്യൂട്ട് സ്കെയിൽ എന്ന് വിളിക്കുന്നത്. നമ്മൾ മാത്സില് അബ്സല്യൂട്ട് അല്ലെങ്കിൽ മോഡുലസ് ഫംഗ്ഷൻ ഒക്കെ പഠിക്കും. എന്തായിരുന്നു അത്? പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ അല്ലെ. മോഡിന്റെ ഉള്ളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂന്റെ ഉള്ളിൽ പോകുമ്പോൾ ദർ ഇസ് നോ നെഗറ്റീവ് വാല്യൂ. അതുകൊണ്ടാണ് നമ്മൾ കെൽവിൻ സ്കെയിലിനെ അബ്സല്യൂട്ട് സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ബിക്കോസ് എന്താണ്? കെൽവിൻ സ്കെയിലിൽ നെഗറ്റീവ് വാല്യൂസ് പോസിബിൾ അല്ല. ഓക്കെ, കെൽവിൻ സ്കെയിലിൽ പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ലീസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0 കെൽവിൻ ആണ്. 0 കെൽവിൻ ആക്ച്വലി ശരിക്കും നമ്മൾ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ 0 കെൽവിൻ നമുക്ക് അറ്റൈനബിൾ അല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 0 കെൽവിൻ ആക്കാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ആ സമയത്ത് 0 കെൽവിൻ ആക്കി കഴിഞ്ഞാൽ എല്ലാ സാധനത്തിനും വോളിയം ഉണ്ടാവാത്തൊരു അവസ്ഥയൊക്കെ വരും. സോ പ്രാക്ടിക്കലി നമുക്ക് 0 കെൽവിൻ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല. ബട്ട് 0 to പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ കെൽവിന്. 0 തൊട്ട് പോസിറ്റീവ് വാല്യൂസേ ഉള്ളൂ, നെഗറ്റീവ് വാല്യൂസ് ഇല്ല. സോ ദാറ്റ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണമെങ്കിൽ എക്സാമിന്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെമ്പറേച്ചർ ഇസ് നോട്ട് പോസിബിൾ? നോക്കിക്കേ, -100 കെൽവിൻ, 0 കെൽവിൻ, 50 കെൽവിൻ, 273 കെൽവിൻ. അപ്പൊ നിങ്ങൾ ഏത് ഓപ്ഷൻ പറയും? ഒബ്വിയസ്ലി ഓപ്ഷൻ എ പറയും അല്ലെ. ബിക്കോസ് എന്താണ്? നെഗറ്റീവ് കെൽവിൻ സ്കെയിൽ ആണോ അതിൽ നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചേഴ്സ് റിപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ കെൽവിൻ സ്കെയിലിനെ നമ്മൾ അബ്സല്യൂട്ട് സ്കെയിൽ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കെൽവിൻ സ്കെയിലിൽ ഒരിക്കലും നെഗറ്റീവ് ടെമ്പറേച്ചേഴ്സ് ഇല്ല, പോസിറ്റീവ് ടെമ്പറേച്ചർ ഉള്ളൂ. 0 തൊട്ട് പോസിറ്റീവ് വാല്യൂസേ വരുള്ളൂ. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. -100 കെൽവിൻ എന്താണ്? പോസിബിൾ അല്ല. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള ഈ 2 ഇക്വേഷൻ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള ആകെ 2 ഇക്വേഷനേ ഉള്ളൂ. ഇതാണ് കെൽവിനെ നമുക്ക് ഡിഗ്രി സെൽഷ്യസ്, ഇപ്പൊ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്, ഡിഗ്രി സെൽഷ്യസിൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ കെൽവിൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കെ എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിൽ ഇസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ. അതിനാണ് സി വെച്ചിരിക്കുന്നത്. പ്ലസ് 273 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് ഡിഗ്രി സെൽഷ്യസിൽ വാല്യൂ തന്നിട്ടുണ്ട്. എനിക്ക് കെൽവിൻ സ്കെയിലിൽ എത്രയാണ് ആ ടെമ്പറേച്ചർ? ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ
അതേ സെയിം ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിൽ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 273 അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സി പ്ലസ് 273 ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫാരൻഹീറ്റിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ ഞാൻ എങ്ങനെയാണ് അതിനെ എന്ത് ചെയ്യുക? ഡിഗ്രി സെൽഷ്യസിലേക്ക്, അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് തന്നു, അതിനെ എനിക്ക് ഫാരൻഹീറ്റിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 9/5 സി. സി എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ ആണ്. പ്ലസ് 32 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫാരൻഹീറ്റിൽ കിട്ടും. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ ക്ലാസിന്റെ കൂടെ തന്നെ പഠിച്ചു. കെ ഇസ് ഈക്വൽ ടു സി പ്ലസ് 273. അപ്പൊ ഓർത്ത് വെക്കാം, കെൽവിനും ഡിഗ്രി സെൽഷ്യസും എടുത്തു കഴിഞ്ഞാൽ ആരായിരിക്കും ടെമ്പറേച്ചർ എപ്പോഴും കൂടുതൽ വരിക? കെൽവിന് കൂടുതലായിരിക്കും. കാരണം ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273 കൂട്ടുമ്പോഴാണ് കെൽവിൻ ടെമ്പറേച്ചർ കിട്ടുക. അപ്പൊ നമുക്ക് കെൽവിനിലാണ് തന്നിരിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഗ്രി സെൽഷ്യസ് കിട്ടും? -273 ചെയ്താൽ മതി അല്ലെ? നേരെ തിരിച്ചു വരും അല്ലെ? ഈ ഇക്വേഷനിൽ കെ ഇസ് ഈക്വൽ ടു സി പ്ലസ് 273 ആണ് വരുന്നത്. അപ്പൊ സി ഇസ് ഈക്വൽ ടു ആക്കണമെങ്കിൽ എന്ത് വരും? കെ മൈനസ് 273 എന്ന് വരും. ഓക്കെ, സിമ്പിൾ. ഇനി അതുപോലെ തന്നെ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു 9/5 സി പ്ലസ് 32. ഓർത്ത് വയ്ക്കാം. അപ്പൊ ഈ ഇക്വേഷൻ നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. കൺവേർട്ട് ദ ഫോളോയിങ് ഫ്രം കെൽവിൻ ടു ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, എന്താണ്? കൺവേർട്ട് ദ ഫോളോയിങ് ഫ്രം കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കെൽവിൻ സ്കെയിൽ ടു ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ. 373 കെൽവിനെ എനിക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കണം. കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? പ്ലസ് ആണോ ചെയ്യേണ്ടത്, മൈനസ് ആണോ ചെയ്യേണ്ടത്? ഒന്ന് ഇക്വേഷൻ നോക്കിക്കേ. കെൽവിനെയാണ് നമുക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കേണ്ടത്. കെൽവിൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273 കൂട്ടണം. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കമന്റ് ചെയ്ത് എന്താ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? 237 എന്ന് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഇറ്റ്സ് 273. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്, എഴുതിയത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് 273. താങ്ക് യു. ഇറ്റ്സ് 273 ട്ടോ. 273 ആണ് വരുന്നത്. 273 ആണ് വരുന്നത് ട്ടോ. ഇറ്റ്സ് കെ ഇസ് ഈക്വൽ ടു സി പ്ലസ് 273. ടൈപ്പിംഗ് എറർ വന്നിരിക്കുന്നതാണ്. ഇറ്റ്സ് 273. കെ ഇസ് ഈക്വൽ ടു സി പ്ലസ് 273 ആണ് ട്ടോ. ഓക്കെ, താങ്ക് യു. ആരാണത് പറഞ്ഞത്? താങ്ക് യു. 273. യെസ്, അൻവിൻ ആണ്. ഓക്കെ, താങ്ക് യു അൻവിൻ. യെസ്, ഇറ്റ്സ് 273. ഞാൻ പറഞ്ഞിരിക്കുന്നത് മൊത്തം 273 എന്നാണ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക്. 273. ഓക്കെ, അപ്പൊ കെൽവിൻ ഇസ് ഈക്വൽ ടു സി പ്ലസ് 273 ആണ്. എഫ് ഇസ് ഈക്വൽ ടു 9/5 സി പ്ലസ് 32 ആണ്. അപ്പം എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടിയത്? 373 കെൽവിൻ, 173 കെൽവിൻ ഇസ് ഈക്വൽ ടു. ഓക്കെ, ഇത് എല്ലായിടത്തും 273 പകരം 2 ഇതാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ കറക്റ്റ്. ഇറ്റ് ഇസ് എന്താണ്? 273 ആണ് വരുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് 273 ആണ് കേട്ടോ. ഓക്കെ, എന്താണ് വരിക? കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കണം. ആരാണ് കൂടുതൽ വാല്യൂ വരാറുള്ളത്? എപ്പോഴും കെൽവിൻ ആണ് ഹയർ വാല്യൂല് വരിക. അപ്പൊ കെൽവിനിൽ നിന്ന് 273 കുറയ്ക്കണം. അപ്പൊ 373 മൈനസ് 273 ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ? ഇനി നോക്കിക്കേ, 173 കെൽവിൻ, അത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? എന്ത് ചെയ്യണം? 273 കുറയ്ക്കണം അല്ലെ? ഇപ്പൊ 173 മൈനസ് 273 ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇതുവരെ സെറ്റ് അല്ലേ? എങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സെറ്റ് അല്ലേ? ഒന്ന് കമന്റ് ചെയ്യണേ. യെസ്, സെറ്റ് ആണ് അല്ലെ? അപ്പം നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എന്താണ്? കൺവേർട്ട് ദ ഫോളോയിങ് ഫ്രം ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. 273 ഡിഗ്രി സെൽഷ്യസ് ഇൻ 25 ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കണം. പ്ലസ് ആണോ ചെയ്യേണ്ടത്, മൈനസ് ആണോ ചെയ്യേണ്ടത്? പ്ലസ് 273 ആണോ ചെയ്യേണ്ടത്, മൈനസ് 273 ആണോ ചെയ്യേണ്ടത്? പ്ലസ് ആണോ ചെയ്യേണ്ടത്, മൈനസ് ആണോ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത് പറ? യെസ്, പ്ലസ് ആണ് ചെയ്യേണ്ടത് അല്ലെ? പ്ലസ് ആണ് ചെയ്യേണ്ടത്, ബിക്കോസ് കെൽവിൻ ആണ് വലുത് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? 273 പ്ലസ് 273 ചെയ്യാം. 273. ഓക്കെ, 273 ആണ്. 273.
273 പ്ലസ് ചെയ്തു അല്ലെ. 273 പ്ലസ് 273 is equal to 546 Kelvin. 25 plus 273 is 298 Kelvin. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമ്മൾ വിചാരിക്കും അയ്യോ ഇത് സിമ്പിൾ ആണല്ലോ, പക്ഷെ ഇതേ സെയിം ക്വസ്റ്റൻ എക്സാമിന് വരും. ഓക്കെ, സെയിം ക്വസ്റ്റൻ വരും. ഈ ടെമ്പറേച്ചർ സ്കെയിൽസ് ഭയങ്കര ഫേവററ്റ് ഏരിയ ആണ് എക്സാമിനറുടെ. ടെമ്പറേച്ചർ സ്കെയിൽസ് എന്താണെങ്കിലും മസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റൻ വന്നിരിക്കും, ഷുവർ ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ്, ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. അറ്റ് വാട്ട് പോയിന്റ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ് ആർ ഈക്വൽ? ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഫാരൻഹീറ്റ് ആണെങ്കിലും ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും രണ്ട് സ്കെയിലിലും ഈക്വൽ ആവുന്ന ആ ഒരു ടെമ്പറേച്ചർ അത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഇക്വേഷനിൽ രണ്ടുപേരെ ഒന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് അത് ഏത് ടെമ്പറേച്ചർ ആണ് കിട്ടുന്നതെന്നൊന്ന് പറഞ്ഞേ. ഏത് ടെമ്പറേച്ചറാ കിട്ടുന്നതെന്നൊന്ന് പറഞ്ഞ്. ഇക്വേഷനിൽ നമ്മൾ എന്താണ് സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ? ആ ഇക്വേഷനില് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ടെമ്പറേച്ചറും ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് ഏതാണ് കിട്ടുന്നത് എന്നൊന്ന് പറഞ്ഞേ. ഏതാണ് കിട്ടുന്നത് എന്നൊന്ന് പറയൂ. ഏതാണ് കിട്ടുന്നതെന്നൊന്ന് പറഞ്ഞേ. അറ്റ് വാട്ട് പോയിന്റ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ് ആർ ഈക്വൽ? എന്താ ചെയ്യേണ്ടത്? F is equal to 9/5 C plus 32 ചെയ്യാം. 9/5 C plus 32 ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫാരൻഹീറ്റും സെൽഷ്യസും സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പൊ എഫിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? സി തന്നെ കൊടുക്കാം. C is equal to 9/5 C plus 32 എന്ന് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടും? 9/5 C plus 32 അല്ലെ, നമ്മൾ LCM എടുത്തു. 9C plus 32 into 5/5 എന്ന് വരും അല്ലെ. 32 into 5 എത്രയാണ്? 160 വരും. അപ്പൊ 5C is equal to 9C plus 160 എന്ന് വരും. അപ്പൊ എന്താണ്? 5C നമ്മൾ 5C ഇപ്പുറത്തേക്ക് എടുത്തു അല്ലെ. 5C ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 4C is equal to minus 160 എന്ന് വരും. C is equal to minus 40 എന്ന് വരും. കിട്ടിയോ? minus 40 കിട്ടിയോ? യെസ്, minus 40 is correct answer. യെസ്, minus 40 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ വാട്ട് പോയിന്റ് ഇനിയിപ്പം ഇപ്പൊ ഈ ഒരു ക്വസ്റ്റൻ നമ്മളിപ്പോ ക്ലാസ്സിൽ ചെയ്തതുകൊണ്ട് ഇനി എക്സാമിന് വരുമ്പോ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അറ്റ് വാട്ട് പോയിന്റ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ് ആർ ഈക്വൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതുപോലെ എഫ് ഇസ് ഈക്വൽ ടു 9/5 C plus 32 എന്നൊക്കെ പറഞ്ഞ് ഇക്വേറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ ഓൾറെഡി പഠിച്ചു -40 ഡിഗ്രി സെൽഷ്യസിലാണ് രണ്ടുപേരും ഈക്വൽ എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ബൈഹാർട്ട് ചെയ്യുക, ആ ടൈം സേവ് ചെയ്യുക. ഞാൻ എപ്പോഴും കാണുന്ന ഒരു ഇതാണ്, നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ ചെയ്യാനൊക്കെ അറിയായിരിക്കും. -40 എന്ന് അറിയായിരിക്കും. ഇന്നലെ എക്സാമിന്റെ സമയത്ത് വീണ്ടും ഇതൊന്ന് ഉറപ്പുവരുത്തി -40 എന്ന് മാർക്ക് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. ദാറ്റ് ഇസ് മണ്ടത്തരം. നിങ്ങൾക്ക് -40 ഷുവർ ആയിട്ട് ഇപ്പം നമ്മളിത് പഠിച്ചു, നമ്മൾ ഓർത്ത് വെക്കുകയാണ്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും സെയിം ആവുന്ന ടെമ്പറേച്ചർ -40. എക്സാമിന് ഇനി നമ്മളിത് ചെയ്യേണ്ട ആവശ്യമില്ല. -40 കാണുമ്പോൾ അത് മാർക്ക് ചെയ്യാം. ഓക്കെ, കാരണം സമയമാണ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം ഇപ്പൊ ഒരിക്കലും ഈ നമ്മളുടെ എക്സാമിന് ഓക്കെ നമുക്ക് ആ സമയത്ത് ഡിറൈവ് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ ഒരു കാര്യവും പഠിച്ചു വെക്കരുത്. മാക്സിമം ഒരുപാട് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. സോ ദാറ്റ് നമുക്ക് അത്രയും സമയം എന്ത് പറ്റും, നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ ആ സമയത്ത് ഡിറൈവ് ചെയ്തെടുക്കാൻ ഒന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. സോ ഓർത്തിരിക്കുക, ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും സെയിം ആവുന്നത് ഏത് പോയിന്റിലാണ്? -40ലാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്റർ കൺവേർഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ ഇന്റർ കൺവേർഷൻസ് ആണ്. ഇന്റർ കൺവേർഷൻസ് എന്ന് പറയാൻ നേരത്ത് എന്താണ്? സോളിഡിനെ ഞാൻ ലിക്വിഡ് ആക്കി മാറ്റാണ്, ലിക്വിഡിനെ ഞാൻ ഗ്യാസ് ആക്കി മാറ്റാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ ബേസിക് ആയിട്ടാണ് ഞാൻ പറയുകയാണെങ്കിൽ സോളിഡിനെ എനിക്ക് ലിക്വിഡ് ആക്കണം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഐസിനെ എനിക്ക് ലിക്വിഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഐസിനെ ചൂടാക്കിയാൽ മതി അല്ലെ. ഐസിനെ എടുത്ത് ചുമ്മാ പുറത്ത് വെച്ചാൽ ആ ഹീറ്റ് തട്ടിയിട്ട് ഐസ് ലിക്വിഡ് ആവും. പിന്നെന്താവും? ലിക്വിഡിനെ ഗ്യാസ് ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? അല്ലെ, വെള്ളത്തിനെ വാട്ടർ വേപ്പർ ആക്കണമെങ്കിലും ഞാൻ ചൂടാക്കുകയാണ് ചെയ്യാം. സോ സോളിഡിനെ ലിക്വിഡ് ആക്കണമെങ്കിലും ലിക്വിഡിനെ ഗ്യാസ് ആക്കണമെങ്കിലും ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റിംഗ്. ഇനി നേരെ തിരിച്ച് ഗ്യാസിനെ ലിക്വിഡ് ആക്കണമെങ്കിൽ എന്താ ചെയ്യാം? നമ്മള് കൂളാണ് ചെയ്യാം. ലിക്വിഡിനെ സോളിഡ് ആക്കണം, വെള്ളത്തിനെ വീണ്ടും ഐസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? കൂളി. അപ്പൊ ഇതാണ് ബേസിക്, അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി
ഓരോ പ്രോസസ്സിന്റെയും ഓരോ ഇന്റർ കൺവേർഷന്റെയും പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് സോളിഡിനെ നമ്മൾ ലിക്വിഡ് ആക്കുകയാണ്, സോളിഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഐസ് മെൽറ്റ് ചെയ്ത് വെള്ളമാവുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? അവിടെ ഫ്യൂഷൻ നടന്നു എന്ന് പറയും അല്ലെ. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറി, അതിനെ നമ്മൾ ഫ്യൂഷൻ എന്ന് വിളിക്കും. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ലിക്വിഡ് വീണ്ടും സോളിഡ് ആവുകയാണ്, അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സോളിഡിഫിക്കേഷൻ എന്ന് വിളിക്കും. ഇത് ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കും കേട്ടോ. സോളിഡ് ലിക്വിഡ് ആവുന്നു, ഇറ്റ്സ് കോൾഡ് ഫ്യൂഷൻ. ലിക്വിഡ് സോളിഡ് ആവുന്നു, അതിനെ നമ്മൾ എന്ത് വിളിക്കും? സോളിഡിഫിക്കേഷൻ എന്ന് വിളിക്കും. ഇനി ലിക്വിഡിനെ ഗ്യാസ് ആക്കുകയാണ്, അതിന് നമ്മൾ എന്ത് വിളിക്കും? വേപ്പറൈസേഷൻ എന്ന് വിളിക്കും. ലിക്വിഡ് ഗ്യാസ് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ വേപ്പറൈസേഷൻ എന്ന് വിളിക്കും. നേരെ തിരിച്ച് ഗ്യാസ് തിരിച്ച് ലിക്വിഡ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? കണ്ടൻസേഷൻ എന്ന് വിളിക്കും അല്ലെ. ഗ്യാസ് തിരിച്ച് ലിക്വിഡ് ആവുകയാണെങ്കിൽ കണ്ടൻസേഷൻ. ഇനി വേപ്പറൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, വേപ്പറൈസേഷൻ രണ്ട് തരത്തിലുണ്ട്, ഇവാപ്പറേഷനും ബോയിലിംഗും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ പഠിക്കും എന്താണ് ഇവാപ്പറേഷൻ, എന്താണ് ബോയിലിംഗ് എന്ന്. പക്ഷെ ഓർത്ത് വെക്കുക, വേപ്പറൈസേഷൻ രണ്ട് ടൈപ്സിലുണ്ട്. ഒന്ന് ഇവാപ്പറേഷൻ, രണ്ട് ബോയിലിംഗ്. കാരണം ഇവാപ്പറേറ്റ് ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുന്നത്? ലിക്വിഡ് ഗ്യാസ് ആയിട്ടാണ് ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ തിളപ്പിക്കുകയാണ്, വെള്ളം തിളപ്പിക്കുമ്പോഴും എന്താണ്? ലിക്വിഡ് ഗ്യാസ് ആയിട്ടാണ് പോകുന്നത്. ബോയിൽ ചെയ്യുമ്പോഴും ലിക്വിഡ് ഗ്യാസ് ആവുന്നുണ്ട്, ഇവാപ്പറേഷൻ നടക്കുമ്പോഴും ലിക്വിഡ് ഗ്യാസ് ആവുന്നുണ്ട്. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ പഠിക്കും. ഇനി സോളിഡ് എന്താ പറയാ, സോളിഡിനെ ഗ്യാസ് ആക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? സോളിഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, നേരെ തിരിച്ചാണ് കേട്ടോ ഈ ഒരു ആരോയില്, ദിസ് ഇസ് നേരെ തിരിച്ച്. അതായത് സോളിഡ് ഗ്യാസ് ആവുന്നതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് സബ്ലിമേഷൻ. ഈ ആരോ സബ്ലിമേഷന്റെ ആരോ ആണ്. സോളിഡ് നേരെ ഗ്യാസ് ആവുന്നു. ഈ ഡി സബ്ലിമേഷൻ ഓർ ഡെപ്പോസിഷൻ ഈ ആരോ ആണ് വരുന്നത് കേട്ടോ. അതായത് ഗ്യാസ് തിരിച്ച് സോളിഡ് ആവുകയാണെങ്കിൽ നമ്മൾ പറയും ഡി സബ്ലിമേഷൻ അല്ലെങ്കിൽ ഡെപ്പോസിഷൻ. ആരോസ് തിരിഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം. സബ്ലിമേഷൻ ഏറ്റവും തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കാരണം സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആവും. എക്സാമ്പിൾസ് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മൾ ബേസിക് ആയിട്ട് എപ്പോഴും കാണുന്ന ഒരാളാണ് നമ്മുടെ അഗർബത്തീസ്. ചന്ദനത്തിരി കത്തിക്കുമ്പോൾ ഡയറക്റ്റ് എന്താ ചെയ്യുന്നത്? ചന്ദനത്തിരി ഈസ് എ സോളിഡ് സബ്സ്റ്റൻസ് അല്ലെ. കത്തിക്കുമ്പോൾ അത് നേരെ എന്താണ് ആവുന്നത്? ഗ്യാസ് ആണ് ആവുന്നത്. അല്ലാതെ സോളിഡ് ആയി ലിക്വിഡ് ആയി ഗ്യാസ് ആവുക അല്ല ചെയ്യണത്. ഡയറക്റ്റ് ആയിട്ട് അത് എന്താവും? ഗ്യാസ് ആവും. കർപ്പൂരം, ക്യാംഫർ എങ്ങനെയാണ്? അതുപോലെ ക്യാംഫർ കത്തിച്ചു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആവും. നമ്മൾ ഈ മോത്തിനെയും കോക്രോച്ചസിനെയും പാറ്റേനെയൊക്കെ ഇതാക്കാൻ വേണ്ടി നമ്മൾ എന്തിടും? നാഫ്തലീൻ ബോൾസ് ഇടും. പാറ്റഗുളിക എന്നൊക്കെ പറയും അതിനെ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ പാറ്റഗുളിക എന്ന് പറയും, നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയില്ല. നാഫ്തലീൻ ബോൾസ് ആണത്. നാഫ്തലീൻ ബോൾസ് ഇടുന്നത് അതെങ്ങനെയാണ്? അത് ഇതുപോലെയാണ്. നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഒരു വെള്ള കളർ ബോൾസ് ആണത്. അത് നേരെ എന്താണ്? ഗ്യാസ് ആയിട്ടാണ് മാറുന്നത്. സോ സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് ആണ് എന്ത്? ഡീസബ്ലിമേഷൻ അല്ലെങ്കിൽ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, സോളിഡ് ലിക്വിഡ് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഫ്യൂഷൻ എന്ന് പറയും. മീൻ സോളിഡിന് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിന് നമ്മൾ സോളിഡ് എന്താണ്? ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ സോളിഡ് ഇൻ ടു എ ലിക്വിഡ് ഇസ് നോൺ ആസ് ഫ്യൂഷൻ. ഇനി ലിക്വിഡ് ഗ്യാസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? വേപ്പറൈസേഷൻ എന്ന് പറയും. ഗ്യാസ് എന്താണ്? സോളിഡ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡീസബ്ലിമേഷൻ എന്ന് പറയും. ഇതുപോലെ സോളിഡ് ഗ്യാസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സബ്ലിമേഷൻ എന്ന് പറയും. ലിക്വിഡ് സോളിഡ് ആവുകയാണെങ്കിൽ സോളിഡിഫിക്കേഷൻ എന്ന് പറയും. ഗ്യാസ് ലിക്വിഡ് ആവുകയാണെങ്കിൽ കണ്ടൻസേഷൻ എന്ന് പറയും. കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ഓർത്ത് വെക്കുക കേട്ടോ. സബ്ലിമേഷൻ ഇസ് എ ഫേവറേറ്റ് ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ. എപ്പോഴും ചോദിക്കും സബ്ലിമേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ. ഒന്നില്ലെങ്കിൽ സബ്ലൈമബിൾ ആയിട്ടുള്ള ആളുകളുടെ എക്സാമ്പിൾസ് ചോദിക്കും. നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ പഠിക്കും. എപ്പോഴും ചോദിക്കുന്നതാണ് സോളിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ എന്താണ് വിളിക്കുന്നത്? ഇറ്റ് ഇസ് സബ്ലിമേഷൻ. ഇനി ഈ വാല്യൂസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എക്സാമ്പിൾസ് ഓഫ് സബ്ലൈമബിൾ സബ്സ്റ്റൻസ്. സബ്ലൈമബിൾ സബ്സ്റ്റൻസിന്റെ എക്സാമ്പിൾ ആണ് ക്യാംഫർ, നമ്മുടെ കർപ്പൂരം. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. അത് ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഡ്രൈ ഐസ് എന്താണെന്ന്. ഡ്രൈ ഐസ് ഇസ് സോളിഡ് CO2, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്. ആന്ത്രസീനും എന്താണ്? സബ്ലൈമബിൾ ആണ്. നാഫ്തലീൻ, നമ്മൾ ഈ ഒരു പാറ്റഗുളിക എന്ന് പറഞ്ഞ ഈ നാഫ്തലീൻ ഇസ് സബ്ലൈമബിൾ ആണ്. അമോണിയം ക്ലോറൈഡ് എങ്ങനെയാണ്? സബ്ലൈമബിൾ ആണ്. ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നോക്കിക്കേ, മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്യൂഷൻ പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ഐസ്.
ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഐസ് വെള്ളമാവുന്ന ആ ഒരു പോയിന്റിനെയാണ് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്യൂഷൻ പോയിന്റ്, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയാം. വെള്ളം തിരിച്ച് ഐസ് ആവുന്ന ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 0°C ആണ്. ആ ഒരു ടെമ്പറേച്ചർ 0°C. ഇനി നമ്മുടെ ഐസിന്റെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എന്താണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാന് 1 കിലോഗ്രാം ഐസ് എടുത്തു എന്ന് വിചാരിക്കും. 1 കിലോഗ്രാം ഐസ് എടുത്തു. ഫ്യൂഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിനെയാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് 1 കിലോ ഐസ് ഞാൻ എടുത്തു കഴിഞ്ഞാല് ആ ഐസിനെ എനിക്ക് വെള്ളമാക്കണമെങ്കിൽ, 1 കിലോ ഐസ് ഞാൻ എടുത്തു, അതിനെ എനിക്ക് വെള്ളമാക്കണമെങ്കിൽ എത്ര ഹീറ്റ് എനർജി ഞാൻ സപ്ലൈ ചെയ്യണം? അതിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്യൂഷന് വേണ്ടി ഞാൻ എത്ര ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യണം, അതാണ് എന്ത്? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഈ ഒരു സമയത്ത്, അതായത് എന്താണ്, നമ്മുടെ ഐസ് വെള്ളമായിട്ട് മാറുന്ന സമയത്ത് ടെമ്പറേച്ചർ എത്രയായിരിക്കും? 0°C ആയിരിക്കും. ടെമ്പറേച്ചറിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ, ഞാൻ 3.3 × 10⁵ ജൂൾസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഐസ് വെള്ളമായിട്ട് മാറും. ടെമ്പറേച്ചർ എത്രയായിരിക്കും? ടെമ്പറേച്ചർ 0°C തന്നെയായിരിക്കും. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ റിമെയിൻസ് അൺചേഞ്ച്ഡ് ഡ്യൂറിങ് എന്താണ്? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ പ്രോസസ് ഓഫ് ഐസ്. അല്ല, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത്, ലേറ്റന്റ് ഹീറ്റിന്റെ സമയത്ത് എന്തായിരിക്കും? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചറിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. ടെമ്പറേച്ചർ എന്തായിരിക്കും? ഫ്യൂഷൻ പോയിന്റ് തന്നെ ആയിരിക്കും. അപ്പൊ ഈ ഒരു വാല്യൂ ബൈ ഹാർട്ട് പഠിക്കാനുള്ളതാണ്. എങ്ങനെ അങ്ങനെ തന്നെ ചോദിക്കും. മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ് ചോദിക്കും. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് എന്ന് പറയുന്നത് 3.3 × 10⁵ ജൂൾസ് പെർ കിലോഗ്രാം ആണ്. ഇനി ബോയിലിംഗ് പോയിന്റ് അല്ലെ, വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം എത്രയാണ്? ഇറ്റ് ഇസ് 100°C. ബോയിലിംഗ് പോയിന്റ് ഇസ് 100°C. ഓക്കെ, അപ്പൊ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 22.5 × 10⁵ ജൂൾസ് പെർ കിലോഗ്രാം. നോക്കിക്കേ, ആദ്യം നമ്മൾ പഠിച്ചത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്, അതായത് ഐസിനെ വെള്ളമാക്കാൻ നമ്മൾ കൊടുക്കേണ്ട ലേറ്റന്റ് ഹീറ്റ് ആണ് 3.3 × 10⁵ ജൂൾസ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? വേപ്പറൈസേഷൻ. വെള്ളത്തിനെ വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഹീറ്റ് എനർജിയാണ്. നോക്കിക്കേ, 1 കിലോഗ്രാം വെള്ളം ഞാൻ എടുത്തു. എത്ര ഹീറ്റ് എനർജി കൊടുത്താലാണ് ഈ വെള്ളം എന്തായിട്ട് മാറുക? വാട്ടർ വേപ്പർ ആയിട്ട് മാറുക. അതിനെയാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ എത്രയാണ്? 22.5 × 10⁵ ജൂൾസ് പെർ കിലോഗ്രാം ആണ് വരുന്നത്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ. വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യാൻ ചോദിക്കും. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 3.3 × 10⁵. വാട്ടർ ആവുമ്പോൾ എന്താണ്? 22.5 × 10⁵. എക്സാമ്പിൾസ് ഓഫ് സബ്ലൈമബിൾ സബ്സ്റ്റൻസ് നമ്മൾ പഠിച്ചു. ഇനി ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ്. ഒരു ഗ്യാസിനെ എനിക്ക് തിരിച്ച് എന്താക്കണം? ഗ്യാസിനെ ലിക്വിഡ് ആക്കി മാറ്റണം. അപ്പൊ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രഷർ കൂട്ടുകയും ടെമ്പറേച്ചർ കുറയ്ക്കുകയും ചെയ്യണം. ജസ്റ്റ് നമ്മളിപ്പോ ഈ ഒരു സെന്റൻസ് പഠിക്കുകയാണ്. ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ അപ്ലൈയിങ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. നിങ്ങളിങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാണ്. ഹൈ പ്രഷർ, ലോ ടെമ്പറേച്ചർ. എക്സാമിന് ഇരിക്കുന്നു, ഓപ്ഷൻസ് വരുന്നു, നമുക്ക് കൺഫ്യൂഷൻ ആവുന്നു. ലോ പ്രഷർ ആണോ, ഹൈ പ്രഷർ ആണോ, ലോ ടെമ്പറേച്ചർ ആണോ, ഹൈ ടെമ്പറേച്ചർ ആണോ? ഓർത്ത് വെക്കാം, സിമ്പിൾ ആണ്. കോൺസെപ്റ്റ് പഠിക്കാം. എനിക്കൊരു ഗ്യാസിനെ ലിക്വിഡ് ആക്കണം അല്ലെ? ഗ്യാസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതിന്റെ പാർട്ടിക്കിൾസ് തമ്മിൽ വളരെ അകലത്തിലാണ്. ലിക്വിഡ് ആവുമ്പോൾ എങ്ങനെയാണ്? പാർട്ടിക്കിൾസ് അടുത്തടുത്താണ്. അപ്പൊ ഗ്യാസിനെ ലിക്വിഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് അതിന്റെ പാർട്ടിക്കിൾസിനെ അടുത്തടുത്ത് കൊണ്ടുവരണം. അപ്പൊ എന്ത് ചെയ്യും? പ്രഷർ കൂട്ടണം അല്ലെ? പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് അടുത്തടുത്തേക്ക് വരും. അതേപോലെ ടെമ്പറേച്ചർ കുറയ്ക്കണം. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഗ്യാസിനെ ഞാൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ എനർജി കിട്ടും. അത് കൂടുതൽ അകന്നകത്തും പോകും. പക്ഷെ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന സമയത്ത് എന്ത് പറ്റും? അവർ തമ്മിൽ അടുത്തടുത്ത് വരും. അപ്പം ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറുമാണ്. HP ആൻഡ് LT. ഹൈ പ്രഷർ, ലോ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് ക്യാൻ ബി ഈസിലി ലിക്വിഫൈഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ അപ്ലൈയിങ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. ഓക്കെ, ഇനി
നമ്മൾ പറഞ്ഞു അല്ലെ, വേപ്പറൈസേഷനെ പറ്റി പറഞ്ഞു. വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡിനെ വേപ്പർ ഗ്യാസ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. വേപ്പറൈസേഷൻ രണ്ട് തരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ഇവാപറേഷൻ, രണ്ട് ബോയിലിംഗ്. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർഫസ് ഫിനോമിനൻ ആണ്. എന്താണ് സർഫസ് ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ? പേര് പോലെ തന്നെ അത് സർഫസിലാണ് നടക്കുന്നത് മുഴുവൻ. ഞാനിപ്പോ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു കഴിഞ്ഞാല് വെള്ളത്തിന്റെ സർഫസ് ഇല്ലേ, വാട്ടറിന്റെ സർഫസിൽ മാത്രം ആണ് ഇവാപറേഷൻ നടക്കുന്നുള്ളൂ. വാട്ടറിന്റെ സർഫസിലുള്ള പാർട്ടിക്കിൾസ് മാത്രമാണ് എന്തായിട്ട് മാറുന്നുള്ളൂ? വേപ്പർ ആയിട്ട് മാറുന്നുള്ളൂ. ഗ്ലാസ്സിൽ ഞാൻ എടുക്കുന്ന വെള്ളത്തിന്റെ ഗ്ലാസിന്റെ ഏറ്റവും അടിയിലുള്ള പാർട്ടിക്കിൾസ് ഇവാപറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. വാട്ടർ സർഫസിലുള്ള പാർട്ടിക്കിൾസിലുള്ള എന്താണ്? ലിക്വിഡ് പാർട്ടിക്കിൾസ് ആണ് വേപ്പർ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഇവാപറേഷൻ ഒരു സർഫസ് ഫിനോമിനൻ ആണ്. ഇനി ബോയിലിംഗ് അല്ലെ, ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിക്കുകയാണ്. അപ്പം സർഫസിലുള്ള പാർട്ടിക്കിൾസ് മാത്രമാണോ ബോയിൽ ചെയ്യുക? അല്ല. നമുക്ക് നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം, മൊത്തം എല്ലാ ലിക്വിഡും എന്താണ്? ബോയിൽ ചെയ്യുന്നുണ്ട്. സോ ബോയിലിംഗ് ഇസ് എ ബൾക്ക് ഫിനോമിനൻ. എന്താണ്? എൻറ്റയർ ലിക്വിഡ്സിലുള്ള പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഇൻവോൾവ് ആവുന്നത്? എൻറ്റയർ ലിക്വിഡ്സിലുള്ള പാർട്ടിക്കിൾസ് എന്താണ് ഇൻവോൾവ് ആവുന്നുണ്ട്. ഓർത്തിരിക്കണം കേട്ടോ, എൻറ്റയർ ലിക്വിഡ്സിലുള്ള. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമുക്ക് എക്സാമിന്റെ ഇടയിലൊക്കെ പെട്ടെന്ന് ചില ടെൻഷനൊക്കെ വന്നിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പൊ ഓർത്ത് വെക്കുക, ബി ഫോർ ബോയിലിംഗ് ആൻഡ് ബി ഫോർ ബൾക്ക്. ഓക്കെ, ബോയിലിംഗ് ഇസ് എ ബൾക്ക് ഫിനോമിനൻ. രണ്ടും ബി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി ഫോർ ബോയിലിംഗ്, ബി ഫോർ ബൾക്ക്. പെട്ടെന്ന് നിങ്ങൾക്ക് മറന്നുപോയോ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഓർത്ത് വെക്കുക, ബോയിലിംഗ് ഇസ് ബൾക്ക് അല്ലെ, നമ്മൾ മുഴുവനായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവാപറേഷൻ ഇസ് എ സർഫസ് ഫിനോമിനൻ. ഇനി ഏറ്റവും തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഇവാപറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവാപറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിന് മുമ്പ് ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇവാപറേഷൻ കോസസ് കൂളിംഗ് വൈൽ ബോയിലിംഗ് ഡസൻ. നമുക്ക് ഒബ്വിയസ് ആയിട്ട് അറിയാം, ഇവാപറേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു കൂളിംഗ് ഫീൽ ആണ് വരുന്നത്. പക്ഷെ എന്താണ്? ബോയിൽ ചെയ്യുമ്പോൾ കൂളിംഗ് ഇഫക്റ്റ് അല്ല, ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ് വരുന്നത്. ഇവാപറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. 4 ഫാക്ടേഴ്സിനെയാണ് ഇവാപറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? സർഫസ് ഏരിയ ആണ് ആദ്യത്തെ ഫാക്ടർ, ഹ്യൂമിഡിറ്റി ആണ് രണ്ടാമത്തെ ഫാക്ടർ, ടെമ്പറേച്ചർ ആണ് മൂന്നാമത്തെ ഫാക്ടർ, വിൻഡിന്റെ സ്പീഡ് ആണ് നാലാമത്തെ ഫാക്ടർ. ഇനി എങ്ങനെയൊക്കെയാണ് ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതായത് സർഫസ് ഏരിയ കൂടുമ്പോൾ ഇവാപറേഷൻ കൂടുമോ? ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഇവാപറേഷൻ കൂടുകയാണോ കുറയാണോ ചെയ്യുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവാപറേഷൻ കൂടുകയാണോ കുറയാണോ ചെയ്യുക? വിൻഡ് സ്പീഡ് കൂടുമ്പോൾ ഇവാപറേഷൻ കൂടുകയാണോ കുറയാണോ ചെയ്യുക? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവാപറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ, നമ്മൾ പറഞ്ഞു സർഫസ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സർഫസ് ഏരിയയും ഇവാപറേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ ഇവാപറേഷൻ കൂടും. ഓക്കെ, സർഫസ് ഏരിയ ആൻഡ് ഇവാപറേഷൻ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇനി ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡ് ആണ്, അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ ഇവാപറേഷൻ കുറയും. അപ്പം ഹ്യൂമിഡിറ്റി ആൻഡ് ഇവാപറേഷൻ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ എന്താണ്? ഇവാപറേഷൻ കൂടും. അപ്പൊ ടെമ്പറേച്ചറും ഇവാപറേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി വിൻഡ് സ്പീഡും ഇവാപറേഷനും. വിൻഡ് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ, ആസ് വിൻഡ് സ്പീഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവാപറേഷൻ കൂടും. പെട്ടെന്ന് ഇവാപറേറ്റ് ആവാൻ തുടങ്ങും. അപ്പൊ ഇതിൽ ആകെ ഇവാപറേഷനും എന്താ പറയാ ഹ്യൂമിഡിറ്റിയും മാത്രമാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഇവാപറേഷൻ കുറയും. ബാക്കി എല്ലാ കേസസിലും എന്താണ്? ഇറ്റ് ഇൻക്രീസസ് വിത്ത് ദ ഫാക്ടേഴ്സ് അല്ലെ. സർഫസ് ഏരിയ കൂടിയാലും ടെമ്പറേച്ചർ കൂടിയാലും വിൻഡ് സ്പീഡ് കൂടിയാലും ഇവാപറേഷൻ കൂടുകയാണ് ചെയ്യുക. ഹ്യൂമിഡിറ്റി കൂടിയാൽ മാത്രമാണ് ഇവാപറേഷൻ കുറയുക. അറ്റ്മോസ്ഫിയർ ഹ്യൂമിഡ് ആണെങ്കിൽ വലിയ ഇവാപറേഷൻ നടക്കത്തില്ല. ഓക്കെ, ഓർത്തിരിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും, ഇപ്പോഴും ചോദിക്കും. RRB JEE 2014 ചോദിച്ച ക്വസ്റ്റൻ ആണ്, വാട്ട് ഇസ് ഡ്രൈ ഐസ്? ഡ്രൈ ഐസ് എന്താണ്? നമ്മൾ പറഞ്ഞു സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഡ്രൈ ഐസ് നമ്മൾ എന്തിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് പഠിച്ചത്? സബ്ലൈമബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് പഠിച്ചത്. എന്താണ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സോ എന്താ പറയുക, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഓക്കെ, the state in which interparticle force of attraction is very strong. Interparticle force of attraction വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ഇന്റർപാർട്ടിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്?
ഏതാണത്? സോളിഡിലല്ലേ? യെസ്, യെസ്. നോക്കിക്കേ, ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോ വേപ്പർ, ഗ്യാസ്, ലിക്വിഡ്. ഈ വേപ്പറും ഗ്യാസും ഒന്നല്ലേ? വേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഗേഷ്യസ് ഫോം തന്നെയാണ് അല്ലെ? ഫോം ഓഫ് ഗ്യാസ് ആണ്. അപ്പൊ രണ്ടും ഒന്നാണ്. ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ള ആർക്കാണ്? സോളിഡ്സിനാണ്. ഓക്കെ. 2015 ചോദിച്ച ക്വസ്റ്റൻ ആണ്, വിച്ച് among the following conditions favors liquefaction of gases? ഗ്യാസിന്റെ ലിക്വിഫാക്ഷന് ഫേവർ ചെയ്യുന്നത് ആരാണ് എന്നാണ്. ആരാണ്? എന്ത് കണ്ടീഷനാണ് വരിക? ലിക്വിഫാക്ഷൻ ആവണമെങ്കിൽ ഞാൻ പറഞ്ഞു ഗ്യാസ് ലിക്വിഡ് ആവുകയാണ്. അപ്പൊ ഹൈ പ്രഷർ കൊടുക്കണം. HP യും LT യും ആണ് അല്ലെ? ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ ആണ് വേണ്ടത്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. ഓപ്ഷൻ D is the correct answer. ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. Conversion of a solid directly into gaseous state is known as. കണ്ടോ, 2015 ചോദിച്ച ക്വസ്റ്റൻ ആണ്. സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എന്താണ്? ലിക്വിഫാക്ഷൻ ആണോ? അല്ല, ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ഗ്യാസ് ആവുകയാണ്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ലിക്വിഡ് ആവുകയാണ്. സബ്ലിമേഷൻ ആണ് എന്ത്? സോളിഡ് ഗ്യാസ് ആവുന്നത്. സബ്ലൈമബിൾ സബ്സ്റ്റൻസിന്റെ എക്സാമ്പിൾ ആയിരുന്നു ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. അതേപോലെ നാഫ്തലീൻ, ക്യാംഫർ, ആന്ത്രസീൻ ഒക്കെ. അതുപോലെ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. ആരായിരുന്നു അത്? അമോണിയം ക്ലോറൈഡ് മറക്കരുത്. ഡ്രൈ ഐസ് ആരായിരുന്നു? ഡ്രൈ ഐസ് ഇസ് സോളിഡ് കാർബൺ ഡയോക്സൈഡ്. അപ്പം ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ, സബ്ലിമേഷൻ. ഇനി നമുക്ക് ബേസിക് ഇൻട്രൊഡക്ഷൻ ടു ആറ്റംസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, നമ്മൾ ആദ്യം 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചു അല്ലെ? എന്തൊക്കെയായിരുന്നു? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇനി ശരിക്കും സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുമ്പോൾ 5 എണ്ണം ഉണ്ട്. 4th സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മയാണ്. നമുക്ക് ആക്ച്വലി 10th വരെയുള്ള ബേസിക് സയൻസ് ആണ് ഉള്ളത് സിലബസിൽ. സോ ഈ പ്ലാസ്മയെ കുറിച്ചാണെങ്കിലും BC കുറിച്ചാണെങ്കിലും നമ്മൾ പഠിക്കുന്നത് ഡിഗ്രി ലെവൽ ഓഫ് കെമിസ്ട്രിയിലാണ്. സോ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ വാട്ട് ഇസ് ദ 4th സ്റ്റേറ്റ് ഓഫ് മാറ്റർ? 4th സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? പ്ലാസ്മയാണ്. ഓക്കെ, 4th സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ പ്ലാസ്മയാണ്. ഇനി പ്ലാസ്മ നമുക്ക് എർത്തിൽ എവിടെയാണ് കാണാൻ പറ്റുക? നമ്മുടെ നോർത്തേൺ ലൈറ്റ്സ് അതുപോലെ ലൈറ്റ്നിങ്, സ്റ്റാറില്, സണ്ണിലൊക്കെ എന്തുണ്ട്? പ്ലാസ്മയുണ്ട്. എർത്തിൽ നമുക്ക് വിസിബിൾ ആവുന്ന എങ്ങനെയാണ്? ലൈറ്റ്നിങ് എന്താണ്? പ്ലാസ്മയാണ്. നോർത്തേൺ ലൈറ്റ്സ് നമ്മൾ കാണുന്നത് എന്താണ്? അറോറ ബൊറാലിസ് എന്ന് പറയും. ഇറ്റ് ഇസ് എന്താണ്? പ്ലാസ്മയാണ്. ഓക്കെ, അപ്പൊ പ്ലാസ്മയുടെ ഒരു പ്രോപ്പർട്ടി ചോദിക്കും. പ്ലാസ്മ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അതെന്താണ്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. പ്ലാസ്മ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, പക്ഷെ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ബിക്കോസ് അതിൽ എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്മ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. വേറെ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, പക്ഷെ ഗ്യാസസ് എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. പക്ഷെ പ്ലാസ്മ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെങ്കിലും അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. സോ ദാറ്റ് ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പൊ നമ്മൾ പഠിച്ച സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, 5 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും എനർജറ്റിക് പാർട്ടിക്കിൾസ് ഉള്ളത്, സൂപ്പർ എനർജറ്റിക് പാർട്ടിക്കിൾസിലുള്ളത് ആരാണ്? പ്ലാസ്മയിലാണ്. ഏറ്റവും കൂടുതൽ എനർജി ഉള്ള പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് പ്ലാസ്മയിലാണ്. പ്ലാസ്മ കണ്ടെയ്ൻസ് സൂപ്പർ എനർജറ്റിക് പാർട്ടിക്കിൾ. ഏറ്റവും അധികം എനർജറ്റിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ള പാർട്ടിക്കിൾ ഉള്ളത് പ്ലാസ്മയിലാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം, ഈ 4 പോയിന്റ്സ് മാത്രമാണ് നമുക്ക് പ്ലാസ്മയെ പറ്റി പഠിക്കാനുള്ളൂ. ഇനി 5th സ്റ്റേറ്റ് ഓഫ് മാറ്ററിന്റെ 5th സ്റ്റേറ്റ് എന്ന് പറയുന്ന ആരാണ്? BC ആണ്. BC എന്താണ് ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ബിക്കോസ് ബോസും ഐൻസ്റ്റീനും കൂടിയാണ് അതെന്താണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. അതാണ് 5th സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ആകെ പഠിക്കാനുള്ള എന്താണ്? അത് ഹൈലി അൺഎക്സൈറ്റഡ് പാർട്ടിക്കിൾസ് ആണ്. അതായത് പ്ലാസ്മയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. പ്ലാസ്മ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ഉള്ള, ഏറ്റവും കൈനറ്റിക് എനർജി ഉള്ള ആളുകളാണെങ്കിൽ BC എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു എക്സൈറ്റ്മെന്റും ഇല്ലാത്ത പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? BEC എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഓർഡർ ഓഫ് കൈനറ്റിക് എനർജിയിൽ പറയുകയാണെങ്കിൽ, കൈനറ്റിക് എനർജിയുടെ ഓർഡറിൽ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? BECക്കാണ് ഏറ്റവും ലീസ്റ്റ് കൈനറ്റിക് എനർജി. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? കൈനറ്റിക് എനർജി ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണ് BECക്ക്. ബിക്കോസ് ദേ ആർ
അൺഎക്സൈറ്റഡ് പാർട്ടിക്കിൾസ് ആണ്. അത് കഴിഞ്ഞ ആർക്കാണ്? സോളിഡ്സ് ആണ്. സോളിഡ്സ് നമുക്കറിയാം, സോളിഡ്സിന് കൈനറ്റിക് എനർജി ഒന്നും ഇല്ല, അവർ ക്ലോസ്ലി പാക്ഡ് ആണ്. പക്ഷെ ബി സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കൈനറ്റിക് എനർജി ഉണ്ട്. ലിക്വിഡ്സിന് സോളിഡ്സിനേക്കാളും ബി സിനേക്കാളും എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. ഗ്യാസസിന് ഒബ്വിയസ്ലി കൈനറ്റിക് എനർജി ഉണ്ട്. ആൻഡ് ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ള ആർക്കാണ്? പ്ലാസ്മയ്ക്കാണ്. പ്ലാസ്മ എന്താണ്? ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. ബി സി എന്തായിരുന്നു? ഫിഫ്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് വരുന്നത്. ബി സി ഇസ് ദ ഫിഫ്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ കൈനറ്റിക് എനർജിയുടെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ബിക്കോസ് നമ്മൾ എന്താണ് മാറ്ററും അതിന്റെ ക്ലാസിഫിക്കേഷനും പഠിച്ചു. ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ആറ്റംസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ദാറ്റ് നമുക്ക് എന്താണ് ഒരു കണ്ടിന്യൂറ്റി കിട്ടും. അല്ലെങ്കിൽ നമ്മളിപ്പം ആറ്റംസിലേക്കുള്ള ഇൻട്രൊഡക്ഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പിന്നെ ലൈക്ക് ഇടയിൽ വെച്ച് നിർത്തേണ്ടി വരും. സോ ഇതാണ് നമ്മളുടെ മാറ്ററും അതിന്റെ ക്ലാസിഫിക്കേഷനും നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആറ്റം, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. 7934 വേക്കൻസികളുമായി നമ്മൾ എല്ലാവരും കാത്തിരുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. മുൻവർഷങ്ങളിലെ റെയിൽവേ എക്സാമുകളിൽ മികച്ച വിജയികളെ സൃഷ്ടിച്ച ടെക് PSC ഈ വർഷവും RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. എക്സാം തീയതി വരെയും നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡഡ് ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പോർഷൻസ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 1999 രൂപയ്ക്കും, ടെക്നിക്കൽ പോർഷൻ മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്കായി വെറും 3999 രൂപയ്ക്കും, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പോർഷൻസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 4999 രൂപയ്ക്കും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം.